ഇടതുപക്ഷം ജയിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാം. ഒരുപാട് സമയമെടുത്ത് വിശദീകരിക്കാനുള്ള സമയക്കുറവുണ്ട്. ഇനിയും കുറേയേറെ ഈ നിലയിലുള്ള നമ്മുടെ വാർഡ് തല പരിപാടികളിൽ കൺവെൻഷനുകളിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. ഇടതുപക്ഷം ജയിക്കേണ്ട ആവശ്യകത കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ രാജ്യത്ത് കേരളമെല്ലാം നമ്പർ വൺ എല്ലാ കാര്യങ്ങളും കേരളം നമ്പർ 1 ആണ്, തർക്കമില്ല. പല കാര്യങ്ങളും ലോകത്ത് നമ്പർ 1 ആണ് നമ്മുടെ രാജ്യം. ശിശുമരണ നിരക്കായാലും ആരോഗ്യ മേഖലയിലായാലും വിവിധ കാര്യങ്ങളിൽ കേരളം ലോകത്തിന് തന്നെ മാതൃകയായി നിൽക്കുകയാണ്. കുറേ നാളുകൾക്ക് മുമ്പ്, കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള കേരളത്തിൻ്റെ ഒരു അവസ്ഥ നമ്മൾ ആലോചിക്കണം. നമ്മുടെ കുറേ മുതിർന്ന അമ്മമാരും മുതിർന്ന അച്ഛന്മാരെല്ലാം ഇതിനകത്ത് ഇരിപ്പുണ്ട്. അവരുടെയൊക്കെ ഒരു കുട്ടിക്കാലം, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത അവസ്ഥയില്ലാത്ത ഒരു കാലം കേരളത്തിലുണ്ടായിരുന്നു ബഹുഭൂരിപക്ഷം കുടുംബങ്ങൾക്കും. അന്ന് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനൊക്കെ കിട്ടുന്ന അപൂർവം ചില കുടുംബങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിനുള്ള സാധ്യത ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ കാലത്ത് ഓർമ്മിപ്പിക്കുന്ന നമ്മുടെ കലാഭവനിയുടെ ഒരു പാട്ടുണ്ട്, കുച്ചാണ്ട് പാണങ്കത്തണുമാ വയല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ വയറ് കത്തിയാല് എന്റെ കൊടല് കത്തണുമാ പ്രാണം വെടിഞ്ഞിട്ട് ദൈവേ ഓണപ്പഴക്കണുമാ. അത്ര ദാരിദ്ര്യം, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ അവസ്ഥയില്ലായിരുന്ന അല്ലെങ്കിൽ സാഹചര്യം ഇല്ലായിരുന്നൊരു പ്രത്യേക അവസ്ഥയായിരുന്നു. അതിൽ നിന്ന് കേരളം മാറി. കേരളം ഒരുപാട് പുരോഗതി കൈവരിച്ചു. നമ്മുടെ സാമൂഹിക ചുറ്റുപാടെല്ലാം മാറി, ജീവിത സാഹചര്യങ്ങളെല്ലാം മാറി. പക്ഷെ ഇപ്പോഴും കേരളത്തിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത നിരവധി കുടുംബങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ഗവൺമെന്റ് അത് കണ്ടെത്തുകയായിരുന്നു. വിവിധ ഘടകങ്ങളാണ്. ഒരുപക്ഷെ നമ്മളെപ്പോലെ ആഹാരം പാകം ചെയ്ത് കഴിക്കാൻ ആരോഗ്യം ശേഷിയില്ലാത്ത ആളുകൾ, മാനസികമായ അതിൻ്റെ വല്ലാത്ത അവസ്ഥയുള്ള ആളുകൾ, വെല്ലുവിളികളുള്ള ആളുകൾ, മറ്റ് വിവിധ ഘടകങ്ങളാൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ആളുകളായ അതിദരിദ്രരെ കേരള ഗവൺമെന്റ് 64,006 കുടുംബങ്ങളെ കണ്ടെത്തി. ആ കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്നും അവരെ മോചിപ്പിച്ചു. വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഇന്ന് കേരളം അതിദരിദ്രമില്ലാത്ത നാടായി ലോകത്തിന് മാതൃകയായി നിൽക്കുകയാണ്. ലോകത്തിലെ അപൂർവം ചില രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ അത്തരം അവസ്ഥയുള്ളത്, മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭവനത്തിന്റെ കാര്യം, വീടിന്റെയൊക്കെ ഒരു അവസ്ഥ, പണ്ട് കാലങ്ങളിലെ സ്ഥിതി നിങ്ങൾക്ക് അറിയാമല്ലോ. എന്തായിരുന്നു നമ്മുടെ അവസ്ഥ? ചെറ്റക്കുടിലുകൾ, ഓലപ്പുരകൾ, ടാർപ്പ് കെട്ടിയ വീടുകൾ, തുണി മറച്ച് കിടന്നുറങ്ങുന്നവർ, അടച്ചുറപ്പില്ലാത്ത വീടുള്ളതായിരുന്നു 10,000-കണക്കിന് ബഹുഭൂരിപക്ഷം ആളുകളും. കേട്ടിട്ടില്ലേ? മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനാടി, ഇടിവെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനാടി, മഴ പെയ്യുമ്പോൾ നമുക്ക് പുട്ടിന് ചൂടാലോ, ഇടിവെട്ടുമ്പോഴേ നമ്മൾ പന്തേ കേറാലോ, മലവെള്ളം വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനാടി, ചെറവെള്ളം വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനാടി, മലവെള്ളം വന്നാൽ നമ്മൾ മലമുകളേറും, ചെറവെള്ളം വന്നാൽ നമ്മൾ ചെറമുകളേറും, പടിയടച്ചാലോ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനാടി, കുടിയൊഴിച്ചാലോ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനാടി, പടിയടച്ചാല് നമ്മൾ പട നയിക്കൂലേ, കുടിയൊഴിച്ചാല് നമ്മൾ കൊടിയെടുക്കൂലേ, ചെങ്കൊടിയെടുക്കൂലേ. അന്നും അവരുടെ പ്രതീക്ഷ ഈ ചെങ്കൊടി പ്രസ്ഥാനത്തോടായിരുന്നു. ഈ ചെങ്കൊടി പ്രസ്ഥാനം അവരുടെ പ്രതീക്ഷയെ കൈവിട്ടില്ല. ഇന്ന് കേരളത്തിൽ വീടില്ലാത്ത 5.5 ലക്ഷത്തിലധികം ആളുകൾക്ക് ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീട് കൊടുത്തിരിക്കുകയാണ്. വീടിന്റെ പണി പൂർത്തീകരിച്ചു. ലക്ഷക്കണക്കിന് വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. വലിയ മാറ്റമാണ്. അങ്ങനെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കേരളത്തിൽ പ്രിയമുള്ളവരെ, റോഡുകളായാലും പാലങ്ങളായാലും ആശുപത്രിയായാലും സ്കൂളുകളായാലും എല്ലാ മേഖലയിലും മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മാറ്റം നമുക്ക് തുടരണം. ഈ മാറ്റം സാധ്യമായത് കേരളത്തിന്റെ തുടർഭരണം തന്നെയാണ്. ഇനിയും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു 3-4 മാസം കൂടി കഴിയുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ്. നമ്മുടെ സംസ്ഥാനം ആര് ഭരിക്കണമെന്നതിനെ സംബന്ധിച്ചുള്ള തെരഞ്ഞെടുപ്പ്. ഉറപ്പായും പ്രിയമുള്ളവരെ, ഇടതുപക്ഷം തുടർഭരണം നേടണം. ഈ നേട്ടങ്ങളെല്ലാം നമുക്ക് നിലനിർത്തണം. അതിനുവേണ്ടി
അതിന് മുന്നോടിയായി നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ ജയിക്കേണ്ടതായിട്ടുണ്ട്. കടയ്ക്കൽ ചരിത്ര വിജയം നേടിയാണ് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റും കടയ്ക്കൽ പഞ്ചായത്തിൽ ഇടതുപക്ഷം നേടിയാണ് ചരിത്ര വിജയം കുറിച്ചത്. ഇക്കുറിയും ആ ചരിത്ര വിജയം ആവർത്തിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഞാൻ ഈ നേരത്തെ പറഞ്ഞ നമ്മുടെ വികസന പദ്ധതികൾ ബഹുഭൂരിപക്ഷവും നടപ്പിലാക്കുന്നത് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ വഴിയാണ്. അതിദരിദ്രരുടെ ലിസ്റ്റ് തയ്യാറാക്കുകയും അവരെ കണ്ടെത്തുകയും ചെയ്യുന്നതെല്ലാം പഞ്ചായത്തുകളാണ്. ലൈഫ് ഭവന പദ്ധതി അതിന്റെ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത് പഞ്ചായത്ത് വഴിയാണ്, അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ വഴിയാണ്. ഇങ്ങനെ വ്യക്തിഗത ആനുകൂല്യങ്ങളും മറ്റ് ആനുകൂല്യങ്ങളെല്ലാം നടപ്പിലാക്കുന്നത് ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ വഴിയാണ്. അപ്പോൾ അത് നടപ്പിലാക്കുന്നതിൽ കൃത്യതവും അർഹതപ്പെട്ട ആളുകളിലേക്ക് ഇത് എത്തിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ ആണ് ജയിച്ചു വരേണ്ടത്. അങ്ങനെ അല്ലാത്ത അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അതെല്ലാം പിന്നെ അവർക്ക് തോന്നിയതുപോലെ, ഇപ്പൊ കോൺഗ്രസോ BJP ഒക്കെ വരുന്ന സ്ഥലങ്ങളിലെ സ്ഥിതികൾ ആരും ചോദിക്കുക മതി. കടക്കിലെ സംബന്ധിച്ച് അതില്ല. മറ്റു പല സ്ഥലങ്ങളിലും നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അതെല്ലാം അവർക്ക് തോന്നിയതുപോലെയാണ്. വീട് കൊടുക്കുന്നതായാലും മറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന കാര്യത്തിലൊക്കെ ആയാലും. പക്ഷെ ഇത് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ വന്നാൽ അതല്ല. അവരെ കറക്റ്റ് ചെയ്യാൻ നമുക്കൊരു കരുത്തുള്ള പ്രസ്ഥാനമുണ്ട്, ഇടതുപക്ഷ പ്രസ്ഥാനമുണ്ട്. ഞാൻ അധികമായി ദീർഘിപ്പിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഈ തെരഞ്ഞെടുപ്പിന്റെ ഗൗരവം മനസ്സിലാക്കി നമ്മുടെ മുഴുവൻ പ്രവർത്തകരും പ്രിയപ്പെട്ട സഖാക്കളും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ജില്ലാ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന ജില്ലാ പഞ്ചായത്തിൽ ചിതറ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന സന്തോഷ് മധുര എന്ന എനിക്കും, നമ്മുടെ ബ്ലോക്ക് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന സഖാവ് മാധുരി എന്ന സഖാവിനും, അതുപോലെ തന്നെ നമ്മുടെ മാറ്റടാമ്പാറ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന RS ബിജു സഖാവിനും അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിലും അരിവാൾ നെൽക്കതിർ അടയാളത്തിലും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കുകയും ഒപ്പം നിങ്ങളുടെ വീട്ടിലുള്ള വോട്ടുകൾ എന്ന് പറയുന്നത് വെറുതെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ഭക്ഷണമെല്ലാം കഴിക്കാതിരിക്കുമ്പോൾ വീട്ടിലിരുന്ന് ചർച്ച ചെയ്താൽ ചില അപൂർവം ചില സ്ഥലങ്ങളിലെങ്കിലും വീട്ടിലുള്ള പല ആളുകൾ ചില വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് കേൾക്കാം. അങ്ങനെയുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ വീട്ടിലുള്ള വോട്ടുകൾ ഉറപ്പിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ കൂടെ പഠിച്ചവർ, മറ്റു ബന്ധുക്കൾ, അയൽവക്കക്കാർ, ഇങ്ങനെ തുടങ്ങിയ മുഴുവൻ ആളുകളുടെയും വോട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നാളെ മുതൽ നമ്മുടെ മുഴുവൻ ആളുകളെയും ഏറ്റെടുക്കണം, അതിനുവേണ്ടി സഹായിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അഭിവാദനങ്ങൾ. അതുപോലെ തന്നെ ബ്ലോക്ക് സ്ഥാനാർത്ഥിക്കും മറ്റ് കമ്മിറ്റികളും കൺവെൻഷനുകളും ഉണ്ട്. അതുകൊണ്ട് ബ്ലോക്ക് സ്ഥാനാർത്ഥി കൂടി സംസാരിച്ചതിന് ശേഷം യോഗ നടപടികൾ ചെയ്യും. അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി സഖാവ് KM മാധുരിയെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഖാക്കളെ, കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ തവണ ഒരു മെമ്പറായി നിന്നയാളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ആളാണ്. ഇത്തവണ ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിക്കുകയാണ്. കഴിഞ്ഞ തവണ നമ്മുടെ LDF സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലും പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മെമ്പർ തുടങ്ങി വെച്ച അതിൽ പൂർത്തീകരിക്കാനുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിനും പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും വേണ്ടി നമുക്ക് ഈ വാർഡിലും ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനാർത്ഥിയായ നമ്മുടെ സഖാവ് RS ബിജുവിനെ വിജയിപ്പിച്ചേ മതിയാവും. സഖാവ് RSന്റെ വിജയം ഉറപ്പാണ്. വളരെ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ വിജയിക്കുമെന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. അത്തരത്തിൽ ചടയമംഗലം ബ്ലോക്കിൽ കടയ്ക്കൽ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഞാൻ. എൻ്റെ പേര് KM മാധുരി, ചിഹ്നം അരിവാൾ നെൽക്കതിരാണ്. എനിക്കും വോട്ട് തന്ന് സഹായിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് മുന്നേ ഇവിടെ സംസാരിച്ചിട്ട് കടന്നുപോയ ജില്ലാ ഡിവിഷനിൽ മത്സരിക്കുന്ന സഖാവ് സന്തോഷ് മധുരയുടെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രം. സന്തോഷ് മധുരയെയും വളരെ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ രണ്ട് സ്ഥാനാർത്ഥികൾ ഈ ഡിവിഷൻ വാർഡിൽ നിൽക്കുന്ന ആളിന് അരിവാൾ ചുറ്റിക നക്ഷത്രം, ജില്ലയിൽ നിൽക്കുന്ന ആളിന് അരിവാൾ ചുറ്റിക നക്ഷത്രം, എനിക്ക് അരിവാൾ നെൽക്കതിർ.
നമ്മൾ 3 പേരും ഈ 3 ചിഹ്നങ്ങളിലായിട്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളാണ്. നമ്മുടെ തുടർ ഭരണം നമുക്കറിയാം. കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ പ്രാവശ്യം 19-ൽ 19 വിജയവും കൈവരിച്ച് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ്. ആ തോൽവിയില്ലാത്ത ജയം മാത്രം ഉറപ്പാക്കിയ ഒരു പഞ്ചായത്താണ് കടയ്ക്കൽ പഞ്ചായത്ത്. ആ ഒരു ചരിത്രം മാത്രമാണ് നമുക്കുള്ളത്. അത് തുടർന്നും കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മുടെ ഈ 3 സ്ഥാനാർത്ഥികളെയും വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ പഞ്ചായത്ത് ഇനി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നമുക്കറിയാം, മാറ്റടാമ്പാറ ടൂറിസം പദ്ധതി ഉൾപ്പെടെ നമ്മുടെ സഖാവ് RS ബിജുവിന്റെ നേതൃത്വത്തിൽ വരുന്ന ഒരു ഭരണസമിതി ഏറ്റെടുത്ത് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിനെല്ലാം നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ മാത്രമാണ് നമുക്ക് നൽകേണ്ടത്. അതെല്ലാം വോട്ടുകളായി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മളെ 3 പേരെയും അതുപോലെ തന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരൻ മനോജ് ഉണ്ട്. മനോജിനെയും വളരെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം. അതുപോലെ തന്നെ നമ്മുടെ 20 സ്ഥാനാർത്ഥികൾക്കും, നമ്മുടെ പരിചയത്തിൽ ഈ 20 സ്ഥാനാർത്ഥികൾക്കും നമ്മുടെ ബന്ധുക്കളോ സ്വന്തക്കാരോ പരിചയക്കാരോ ഉണ്ടെങ്കിൽ അവരോടത്തെല്ലാം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും നമ്മുടെ കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലുള്ള 20 മെമ്പർമാരെയും ഒപ്പം ബ്ലോക്ക് ഡിവിഷനിൽ തന്നെ മത്സരിക്കുന്ന എന്നെയും ജില്ലാ ഡിവിഷനിൽ മത്സരിക്കുന്ന സന്തോഷിനെയും വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, എനിക്ക് എല്ലാവരെയും നേരിട്ട് കാണാൻ സാധിക്കുകയില്ല. കാരണം 8 വാർഡുകളുണ്ട്. കടയ്ക്കൽ പഞ്ചായത്തിലെ 6 വാർഡും കുമ്മിൾ പഞ്ചായത്തിൽ ഉൾപ്പെട്ട ഈയക്കോടും പുല്ലുവണയും അങ്ങനെ 8 വാർഡുണ്ട്. 8 വാർഡിലും പോകേണ്ടതായുള്ളത് കൊണ്ട് എല്ലാവരെയും നേരിൽ കണ്ട് വോട്ട് ചോദിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ സാധിക്കുമെന്ന് തോന്നുന്നില്ല. എന്നിരുന്നാലും എല്ലാവരെയും കാണാൻ പറ്റിയില്ലെങ്കിൽ അതെൻ്റെ ഒരു പോരായ്മയായി കാണാതെ എല്ലാവരോടും വോട്ട് ചോദിച്ചതായി കരുതിക്കൊണ്ട് എല്ലാവരും നമുക്ക് 3 പേർക്കും വോട്ട് തന്ന് വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഒപ്പം എനിക്ക് ഇനി 2 സ്ഥലത്ത് കൂടി ഇതേപോലെ കൺവെൻഷൻ നടക്കുന്നുണ്ട്. ഈയക്കോടും നമ്മളെ കടയ്ക്കൽ ടൗണിലും അവിടെ പോകാനുള്ള ഒരു അനുമതിയും കൂടി ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഈ കൺവെൻഷന് സ്വാഗതം പറയുന്നതിന് വേണ്ടി CITന്റെ ഓട്ടോ തൊഴിലാളി യൂണിയൻ CITന്റെ ഏരിയ സെക്രട്ടറിയും നമ്മുടെ ബൂത്ത് സെക്രട്ടറിയുമായിട്ടുള്ള സഖാവ് ഷൈജുവിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സഖാവ് മനു, ഉദ്ഘാടകനായി എത്തിയിട്ടുള്ള പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം സഖാവ് ദിനേശ്, ഇവിടെ കൂടിയിരിക്കുന്ന ബഹുജനങ്ങളെ, സഖാക്കളെ സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. എന്നാലും 2 വാക്ക് പറയാതെ സ്വാഗതത്തിലേക്ക് കടക്കാൻ കഴിയില്ല. നാം ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുന്നത്. 10 വർഷമായി കേരളത്തിന്റെ ഭരണം കൈയാളുന്ന സഖാവ് പിണറായി വിജയന്റെ ക്ഷേമ പദ്ധതികളും ഒട്ടനവധിയായിട്ടുള്ള വികസന നേട്ടങ്ങളും മറന്നുകൊണ്ട് നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങി ഏത് മേഖലയെടുത്ത് പരിശോധിച്ചാലും നമ്മുടെ പിണറായി സർക്കാർ എന്നും ലോകത്തിനും ഇന്ത്യക്കും തന്നെ മാതൃകയാകത്തക്ക രീതിയിൽ വളരെ നല്ല രീതിയിലുള്ള ഭരണമാണ് കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്നത്. മുടങ്ങാതെയുള്ള ക്ഷേമ പെൻഷനുകൾ, നമ്മൾ ഒട്ടനവധി കാര്യങ്ങളിൽ നമ്മളെ ഹൃദയത്തോട് ചേർത്ത് ഹൃദയപക്ഷമായി 10 വർഷക്കാലമായി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണം നടന്നു വരുന്നു. അതുപോലെ തന്നെ കടയ്ക്കൽ പഞ്ചായത്തിന്റെ നേട്ടങ്ങൾ നമുക്ക് മറന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറെ അഭിമാനത്തോടു കൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എൻ്റെ കർത്തവ്യം സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ആദ്യമായി ഈ കൺവെൻഷന് അധ്യക്ഷപദം അലങ്കരിക്കുന്ന വാർഡ് പാർട്ടി കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് മനു,
ഏറെ സിസ്റ്റമാറ്റിക്കായി തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി വളരെ കർത്തവ്യ ബോധത്തോടുകൂടി ഇടപെടൽ നടത്തുകയും സ്ക്വാഡുകൾ തിരിക്കുകയും മറ്റ് കാര്യങ്ങൾ നടത്തി വളരെ ചിട്ടയായ പ്രവർത്തനം നടത്തി വരുന്ന ഏറെ പ്രിയങ്കരനായ നമ്മുടെ വാർഡ് സെക്രട്ടറി സഖാവ് മനുവിനെ ഈ കൺവെൻഷനിലേക്ക് എന്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഉദ്ഘാടകനായി എത്തിയിട്ടുള്ള സഖാവ് ദിനേശ്, പ്ലാന്റേഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ CITU സംസ്ഥാന കമ്മിറ്റി അംഗവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ കടക്കലത്തെ ഏരിയ കമ്മിറ്റി അംഗവുമായിട്ടുള്ള സഖാവ് ദിനേശൻ സഖാവിനെ ഈ കൺവെൻഷനിലേക്ക് ഹാർദവമായി എന്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി ഏറെ അഭിമാനത്തോടെ ഏറെ ആദരവോടെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സഖാവ് RS ബിജു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ അദ്ദേഹം പഞ്ചായത്ത് മെമ്പറായി 25 വർഷം പൂർത്തിയാക്കിയ വ്യക്തിയാണ്. 20 വർഷക്കാലവും നമ്മുടെ ഈ മാറ്റാമ്പാറ വാർഡിനെ കേന്ദ്രീകരിച്ചാണ് സഖാവ് പ്രവർത്തിച്ചിട്ടുള്ളത്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, ആരടുത്തും ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ല. വളവന്നെങ്കിൽ ഞാൻ അവിടെ വന്ന് വസ്തു വാങ്ങുമ്പോൾ ഒരു വരമ്പിൽ കൂടി പോയാണ് ആ വസ്തു വാങ്ങിയത്. മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിലാണ് ഞാൻ അവിടെ കഴിഞ്ഞത്. സഖാവ് RS ബിജുവിന്റെ ഇടപെടലും ഭരണ നേട്ടവും കൊണ്ട് ഗതാഗത യോഗ്യമായ റോഡായി. ചിമ്മിനി വിളക്കിൽ നിന്നും എനിക്ക് കറണ്ടിന്റെ വെളിച്ചം കിട്ടി. കുടിവെള്ളത്തിന് ഒട്ടേറെ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന നമ്മൾ ഇപ്പൊ കുടിവെള്ളത്തിന്റെ പേരിലുള്ള ബുദ്ധിമുട്ട് ഇല്ലാതായി. ഇടറോഡുകൾ, നടറോഡുകൾ, നടവഴികൾ, ഇടവഴികൾ കോൺക്രീറ്റുകളായി, ടാറുകളായി, ഒട്ടനവധിയായിട്ടുള്ള മാറ്റിടാമ്പാറ, ഇന്ന് കാണുന്ന മാറ്റിടാമ്പാറ വാർഡിന്റെ സർവ വികസനത്തിനും കാരണഭൂതനായ സഖാവ് RS ബിജുവിനെ ഈ കൺവെൻഷനിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ 1-ാം നമ്പർ ബൂത്തിന്റെ സെക്രട്ടറിയായിട്ടുള്ള സഖാവ് മാഹി, ഇത്രയും ഊർജ്ജസ്വലതയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്ന സഖാവ് മാഹിനെ ഒരിക്കലും അവഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത്ര ഹൃദയത്തിലേറ്റിയാണ് സഖാവ് പ്രവർത്തിക്കുന്നത്. പണ്ടൊക്കെ ഞാൻ ബൂത്തിലൊക്കെ പ്രവർത്തിക്കുന്നതിനേക്കാളും വളരെ ഭംഗിയായി ഉത്തരവാദിത്വത്തോടുകൂടി ആ കടമ നിർവഹിക്കുന്ന സഖാവ് മാഹിയെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ തൊട്ടടുത്ത വാർഡായ തുമ്പോട് വാർഡിൽ പ്രതികരിച്ച് മത്സരിക്കുന്നത് ആട്ടോ തൊഴിലാളി യൂണിയന്റെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള തുമ്പോട് വാർഡ് സെക്രട്ടറി, ബ്രാഞ്ച് സെക്രട്ടറിയായുള്ള സഖാവ് മനോജിനെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സാധാരണക്കാരിൽ സാധാരണക്കാരായ സഖാവ് മനോജ്, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അറിയാവുന്ന മനോജ്. ആ മനോജിന് ഈ കൺവെൻഷനിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള ഏറെക്കാലം മാറ്റാമ്പാറ വാർഡിൽ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള സഖാവ് പത്മകുമാർ സാഹിബിനെ നിങ്ങളുടെ പേരിലും എന്റെ പേരിലും ഈ കൺവെൻഷനിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ പാർട്ടിയുടെ CPMന്റെ നേതാവായിട്ടുള്ള സഖാവ് ബാബുവിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. ഇവിടെ കൂടിയ മുഴുവൻ സമ്മതിദായകർക്കും, നാട്ടുകാർക്കും, നല്ലവരായ സഖാക്കൾക്കും, ദൃശ്യ പത്രമാധ്യമങ്ങൾക്കും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി CPM കടയ്ക്കൽ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് ദിനേശ് കുമാറിനെ ക്ഷണിക്കുന്നു.
പ്രിയപ്പെട്ട നമ്മുടെ ഈ യോഗത്തിൻ്റെ കൺവെൻഷൻ്റെ അധ്യക്ഷൻ സൗ മനു, ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ഗ്രാമപഞ്ചായത്ത് അംഗമായിട്ടുള്ള സൗ ബാബുണ്ണൻ, അതുപോലെ തന്നെ പത്മകുമാർ, നമ്മുടെ പ്രിയങ്കരനായ സാരഥി സറാവ് RS ബിജു, ഈ വേദിയിലുള്ള ബഹുമാന്യരായ സഖാക്കളെ, ഈ കൺവെൻഷനിൽ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൃശ്യ മാധ്യമങ്ങളുടെ പ്രതിനിധികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഉദ്ഘാടന പ്രസംഗം നീട്ടത്തില്ല. വളരെ പെട്ടെന്ന് നിങ്ങളോട് പറയാനുള്ള ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കാം. ഡിസംബർ മാസം 9-ാം തീയതി കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ സഖാവ് RS ബിജുവിനെയും അതുപോലെ തന്നെ മാധുരി സഖാവിനെയും സന്തോഷ് മധുരയെയും ബഹുഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുക്കുക എന്നതിനു വേണ്ടിയുള്ള കൺവെൻഷനാണ് നാം ചേരുന്നത് എങ്കിലും മറ്റൊരു തെരഞ്ഞെടുപ്പിനുള്ളതിനേക്കാൾ വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിനുണ്ട് എന്ന് നമ്മൾ കാണണം. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ കാരണം, ഇന്ത്യയിലെ വിവിധ ഗവൺമെന്റുകളും അതുപോലെ തന്നെ നമ്മുടെ രാജ്യം ഭരിക്കുന്ന BJPയുടെ ഗവൺമെന്റും നടപ്പിലാക്കുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി ബദൽ നയം ആവിഷ്കരിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു തുടർ ഭരണം, 3-ാം ഊഴം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കേണ്ടതുണ്ട്. അതിനുള്ള ജനങ്ങളുടെ അംഗീകാരവുമായി കൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ നമുക്ക് കാണേണ്ടതുണ്ട് എന്നതാണ് പ്രാധാന്യം. നമുക്കുള്ള ആകെയുള്ള ഒരു കുഴപ്പം, പഴയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലുണ്ടെങ്കിലും ആരോടും പറയാറില്ല, പുതിയ തലമുറയ്ക്ക് അതിനെക്കുറിച്ച് അറിയുകയുമില്ല. എന്റെ മുമ്പിലിരിക്കുന്ന അമ്മമാർ തല നരച്ചാൽ പ്രായം കൂടി എന്ന് വിചാരിക്കരുത് കേട്ടാ. നല്ല മനസ്സുള്ളവരും നരയ്ക്കും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നരച്ചിരിക്കുന്നത്. എനിക്ക് വലിയ പ്രായമൊന്നുമില്ല. ആ പഴയ കാര്യങ്ങൾ നമ്മളൊന്ന് ഓർത്തെടുത്തിട്ട് ഇപ്പോഴത്തെ കാലത്തെക്കുറിച്ചൊന്ന് ആലോചിക്കുമ്പോഴാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിന്റെ നേട്ടമെന്ത് എന്ന് നമുക്ക് വ്യക്തമാകുകയുള്ളൂ. ഒന്നാമത് ഞാൻ ചോദിക്കുന്നത്, ഒരു 10-35-40 വർഷങ്ങൾക്കെല്ലാം അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഒരു പക്ഷേ കേരള സംസ്ഥാനമായി രൂപപ്പെടുന്നതിന് മുമ്പ് ജീവിച്ചിരുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇതുപോലൊരു യോഗത്തിൽ ഇതുപോലെ സഹോദരിമാർക്ക് വന്നിരിക്കാൻ കഴിയുമായിരുന്നോ? സഹോദരന്മാർക്ക് വന്നിരിക്കാൻ കഴിയുമായിരുന്നോ? കഴിയുമായിരുന്നില്ല. രണ്ടാമത്തെ കാര്യം, കടയ്ക്കലമ്മയാണ് നമുക്ക് ഏറ്റവും വലുത്, അല്ലേ? നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും വലുത് കടയ്ക്കലമ്മയാണ്. കടയ്ക്കലമ്മ കഴിഞ്ഞാൽ പിന്നെ CPM ആണ്. കടയ്ക്കലമ്മയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും തമ്മിൽ നല്ല ബന്ധമാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ ആ ക്ഷേത്രത്തിൽ പണ്ട് പോകാൻ കഴിയുമായിരുന്നോ? നമ്മുടെയൊക്കെ അമ്മൂമ്മയുടെയും അപ്പൂപ്പന്റെയൊക്കെ കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും, അന്നാണ് നമ്മൾ ജീവിച്ചിരുന്നതെങ്കിൽ നമുക്കെല്ലാവർക്കും ക്ഷേത്രത്തിൽ പോകാൻ കഴിയുമായിരുന്നോ? ഇല്ല എന്നുള്ള കാര്യം ആ ഇരിക്കുന്ന കൊച്ചുമോനെ നമ്മൾ ആദ്യം പറഞ്ഞു പഠിപ്പിക്കണം. അല്ലെങ്കിൽ അവനറിയത്തില്ലത്. അവനോട് നിങ്ങൾ പറഞ്ഞാൽ അവൻ പറയും, പോ അമ്മുമ്മേ, വെറുതെ കള്ളം പറയാതെ. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ കയറാൻ അനുവാദമില്ലായിരുന്നൊരു കാലം.
ഒന്നിച്ചിരിക്കാൻ അനുവാദമില്ലാതിരുന്നൊരു കാലം. ജന്മിത്തമ്പുരാന്റെ പുരയിടത്തിൽ കുടില് കെട്ടി താമസിച്ച് കിടക്കാൻ മാത്രം യോഗ്യതയുണ്ടായിരുന്ന ഒരുപറ്റം ആളുകൾ ഉണ്ടായിരുന്ന ഈ കേരളമാണ് ഇന്നു കാണുന്ന കേരളമായി രൂപപ്പെടുത്തിയെടുത്തത് എന്നുള്ളതും അതിൽ പങ്കുവഹിച്ചത് ഇടതുപക്ഷമാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന ബോധ്യം നാട്ടിലെ ജനങ്ങളെ ഓർമ്മിപ്പിക്കാൻ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് കുന്നുംപുറം കോളനിയിലെ യശോദയുടെ ഇളയ മകൻ ഒരു ചരടും കെട്ടി രണ്ടാം മുണ്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മുണ്ട് മടക്കി മേലോട്ട് കുത്തി കുന്നം കിളന്നതുപോലെ കിളന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായി വരുന്നതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, യശോദയുടെ മകനറിയില്ല യശോദയുടെ അപ്പൂപ്പന് ക്ഷേത്രത്തിൽ കയറാൻ കഴിയില്ല എന്നു മാത്രമല്ല, ക്ഷേത്രത്തിന്റെ മുന്നിലൂടെ റോഡിലൂടെ പോലും നടക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് അവൻ അറിയുന്നില്ല. എന്താ കാര്യം? നമ്മൾ അവനോട് പറയുന്നില്ല. അണ്ണാക്കിയിട്ട് കുത്തിയാലും നമ്മളൊരു കാര്യവും ആരോടും പറയില്ല. നാം വളർന്നു വന്ന വഴി, ഈ കേരളത്തെ കേരളമാക്കി മാറ്റിത്തീർത്ത വഴി, കേരളം ഇന്ന് എത്തി നിൽക്കുന്ന സ്ഥലം, ഇവിടെ നിന്ന് ഇനി കേരളം എങ്ങോട്ടാണ് പോകേണ്ടതെന്ന ദൃഢനിശ്ചയത്തോടെയുള്ള ഇടതുപക്ഷ ഭരണം, ഇതിനു വേണ്ടിയിട്ടാണ് RS ബിജുവിനെ അടക്കമുള്ളവരെ വിജയിപ്പിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത്. രണ്ടാമത്തെ പ്രശ്നം, ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർ, ഇവിടെ പോയിരിക്കുന്ന പ്രായമായവർക്കറിയാം. അതല്ലാതെ കുറച്ചുകൂടി ഉള്ള ഇളം തലമുറയോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ ഒന്നാമതൊരു കാര്യം, ഇതുപോലെ സ്വാതന്ത്ര്യത്തോടുകൂടി വന്നിരിക്കാൻ നിങ്ങൾക്ക് അന്ന് കഴിയുമായിരുന്നോ? പോട്ടെ, വീട്ടിൽ കഴിയുമായിരുന്നോ? ഭർത്താവിന്റെ മുമ്പിൽ നേർക്കുനേർ നിന്ന് വർത്തമാനം പറയാൻ പണ്ടുകാലത്ത് കഴിയുമായിരുന്നു അമ്മച്ചി? ഇല്ല. കഥകിന്റെ പുറകിൽ നിന്നാണ് സംസാരിക്കുന്നത്. പേര് പറയാക്കൂല. സുരേഷിന്റെ അച്ഛ, മേദിനിയുടെ അച്ഛ, ഇങ്ങനെയൊക്കെയാണ് വിളിച്ചോണ്ടിരുന്നത്. അല്ലാതെ വിളിക്കാൻ പറ്റത്തില്ല. നേരിട്ട് മുഖത്തു നോക്കി വർത്തമാനം പറയാൻ കഴിയുമായിരുന്നില്ല പണ്ട്. ഞാൻ പറയുന്ന കള്ളമാണെങ്കിൽ പഴയ കാലത്തെ ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്ക്. ആ കാര്യമായിരുന്നു. 1 രൂപയെങ്കിലും വേണമെങ്കിൽ ഭർത്താവിന്റെ പോക്കറ്റ് അടിക്കണം. സ്വന്തമായി സ്ത്രീക്കൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിനകത്ത് ജോലി ചെയ്യാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ട ഒരു സമൂഹമായി നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എത്ര ഉന്നത കുലജാതയായ സ്ത്രീ ആയാലും നമ്മുടെയൊക്കെ അമ്മൂമ്മയോ പിന്നെ അമ്മൂമ്മ, ഇപ്പോഴത്തെ അമ്മൂമ്മയല്ല കേട്ടാ, അന്നത്തെ കാലഘട്ടത്തിലെ അമ്മൂമ്മമാരും അമ്മമാരും സാരി ഉടുത്തിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സമ്പന്ന വീട്ടിലെ ആളുകളും മുണ്ടും റൗക്കയുമാണ്. സാരി ഉടുക്കാൻ കഴിയുമായിരുന്നില്ല. ഓണത്തിനെങ്ങാണേ ഒരെണ്ണം കിട്ടും, അതും സാരിയല്ല, ഈ പറഞ്ഞ മുണ്ടും റൗക്കയും. അതെ, വെരി ഗുഡ്. ആ നിലയിലുണ്ടായിരുന്ന സ്ത്രീകളുടെ അവസ്ഥ ഇന്നു കേരളത്തിൽ ഇതെങ്ങനെ മാറി? ഇത് നമ്മൾ ചിന്തിക്കുകയും ബാക്കിയുള്ളവരോട് പറഞ്ഞു കൊടുക്കുകയും വേണ്ടേ? എങ്കിലല്ലേ ഇന്നത്തെ എന്റെ പെങ്ങന്മാർ, സഹോദരിമാർക്കെല്ലാം ഈ കാര്യം ബോധ്യപ്പെടുകയും അത് അവർ മറ്റുള്ളവരോട് പറയുകയും ചെയ്യൂ. ഇതെങ്ങനെ മാറി? ഈ മാറ്റത്തിന്റെ പിന്നിൽ ഇടതുപക്ഷത്തിന്റെയും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെയും കയ്യൊപ്പുണ്ട്. അതാണ് കുടുംബശ്രീ. കുടുംബശ്രീ വന്നതോടുകൂടി നാട്ടിലുണ്ടായ മാറ്റം എന്താ? എന്റെ അമ്മയ്ക്ക് 72 വയസ്സുണ്ട്. ഞായറാഴ്ചയാകുമ്പോഴല്ല കുടുംബശ്രീയുടെ ബുക്ക് അമ്മച്ചിയുടെ കക്ഷത്ത് കയറിയാൽ പിന്നെ അമ്മച്ചിയുടെ രൂപവും ഭാവവും മാറുകയാണ്. ഒറ്റ നോട്ടത്തിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു ആണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. അതിനേക്കാൾ വലിയ പവറാണ്. എന്താണ് ഈ പവറിന് കാരണം? 10 പേരടങ്ങുന്ന കുടുംബശ്രീയുടെ മൈക്രോ ഫൈനാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ മൂലധനത്തെ അറിയോ? 65 ലക്ഷം രൂപ. ആ 10 ആളുകൾ 65 ലക്ഷം രൂപയാണ് ഒരു കുടുംബശ്രീ വഴി ഈ 10 ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ, കുടുംബത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ ചെറിയ ചെറിയ ബിസിനസ്സുകളും മറ്റു കാര്യങ്ങളും ആരംഭിക്കാൻ വേണ്ടി
അവരുടെ കയ്യിലുള്ളത്. ആ 65 ലക്ഷം രൂപ കയ്യിലുള്ള അമ്മച്ചി ഒരു ഇത്തിരി ജാട കാണിച്ച എന്തിനാ കുഴപ്പം? നമ്മളേലുണ്ടോ? ഇല്ല. 45 ലക്ഷത്തിലധികം വനിതകൾ അംഗങ്ങളായിട്ടുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമായി കുടുംബശ്രീയെ വളർത്തിയെടുത്ത് സ്ത്രീകളുടെ അന്തസ് ഉയർത്തിയത് ഇടതുപക്ഷമാണ്, മറന്നുപോകരുത്. കുടുംബശ്രീ ആരംഭിച്ചപ്പോൾ അതിനെ തകർക്കുന്നതിന് വേണ്ടി MM ഹസന്റെ നേതൃത്വത്തിൽ ജനശ്രീ എന്ന് പറയുന്ന ബദലായ സംഘടന രൂപീകരിച്ച് തകർക്കാൻ പരിശ്രമിച്ചവരാണ് കോൺഗ്രസുകാർ, കൈപ്പത്തിക്കാർ. അവരാണ് RS ബിജുവിനെ എതിർക്കുന്നത്, മാധുരിയെ എതിർക്കുന്നത് എന്ന് കാണാൻ വേണ്ടി നമുക്ക് കഴിയണം. പണ്ട് നമ്മൾ ഭർത്താവിനെ പോക്കറ്റടിച്ചെങ്കിൽ ഇന്നത്തെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ജോലിയും കൂലിയൊന്നും ഇല്ലാതെ നിൽക്കുമ്പോൾ ഭർത്താവ് ചൊറിഞ്ഞു പൊറിഞ്ഞ് നമ്മളുടെ അടുത്ത് ഒരു പൈന്റിന്റെ പൈസയെങ്കിലും എന്താടി? ഇപ്പൊ ചോദിക്കും. പണ്ട് തിരിച്ചായിരുന്നു. അപ്പൊ സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കി അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിച്ചത്, അതിനാവശ്യമായ സൗകര്യം ഒരുക്കി കൊടുത്തത് ഇടതുപക്ഷമാണ്. അത് മാത്രമല്ല, 50% എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 50%-ത്തിലേറെ ത്രിതല പഞ്ചായത്തിലെ സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തു. ആ സംവരണം ചെയ്തത് ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിലാണ്. അങ്ങനെയാണ് വനിതാ പ്രസിഡന്റ് വരുന്നത്. വനിതാ പ്രസിഡന്റും വനിതാ പഞ്ചായത്ത് മെമ്പർമാരുടെയും എണ്ണം കൂടിയപ്പോ നാട്ടിൽ ചില നമ്മുടെ ആളുകൾ തന്നെ പറഞ്ഞു തുടങ്ങി, ഓ ഇതെല്ലാം കൂടെ ജയിച്ചു പഞ്ചായത്തിൽ ചെന്നാൽ ഒരു കാര്യവും നടക്കത്തില്ല. സാരിയുടെ കളറും നോക്കി ചായയും കുടിച്ച് കുശുമ്പും പറഞ്ഞ് നാട്ടുകാരന്റെ കാര്യമൊക്കെ പറഞ്ഞിരിക്കേ ഉള്ളൂ എന്ന് പറഞ്ഞു കളിയാക്കിയവരുണ്ട് കേരളത്തിൽ. ഇന്നോ മിടുക്കിമാരായ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ബ്ലോക്ക് പ്രസിഡന്റുമാരും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരുമായി വനിതകൾ ഇന്ന് ഭരിക്കുന്നുണ്ട്. ശൈലജ ടീച്ചർ ചോദിച്ചതുപോലെ പെണ്ണിനെന്താ കുഴപ്പം? പുരുഷനോടൊപ്പം തന്നെ ഉയർന്നു. സംവരണം എന്തുകൊണ്ട് ഏർപ്പെടുത്തേണ്ടി വന്നു എന്ന് വെച്ചാലേ, എന്റെ മനസ്സിലും വനിതകളെക്ക് ഒരു പ്രത്യേകമായ പരിഗണന കൊടുക്കണമെന്നൊക്കെ മനസ്സിലുള്ളപ്പോഴും, ഇപ്പൊ കഴിഞ്ഞതിന് ഞാൻ ബ്ലോക്കിലേക്ക് മത്സരിച്ച് ഇപ്പൊ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. സംവരണമില്ലെന്ന് ഇരിക്കട്ടെ, അത് വനിതാ സംവരണമല്ല. സ്വാഭാവികമായും ബിജുസാവൻ ഞാൻ ഒരു പിടിപിടിക്കൂലേ, ബ്ലോക്ക് പ്രസിഡന്റിനാണായിരിക്കട്ടെ. ആ തോന്നൽ പുരുഷ മേധാവിത്വത്തിന്റെ ലക്ഷണമാണ്. അതിനെ തകർക്കണമെങ്കിൽ ഈ നിലയിൽ സംവരണം ഏർപ്പെടുത്തി വനിതകളെയും പുരുഷന്മാരെയും തുല്യമായി പരിഗണിക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയുണ്ടാകണം. ആ മാറ്റം ഇന്ന് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുണ്ടാക്കിയത് ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ടാണ് സഖാവ് RS ബിജു മത്സരിക്കുന്നത്. വോട്ട് ചെയ്യണം. ഇതിനെ തകർക്കാൻ പരിശ്രമിച്ചവരാണ് കൈപ്പത്തിയിൽ മത്സരിക്കുന്നത്, മറ്റു ചിഹ്നങ്ങളിൽ മത്സരിക്കുന്നത്. അവർ വിജയിക്കാൻ പാടില്ല. ഇതാണ് എനിക്ക് സഹോദരിമാരോട് ആദ്യം പറയാനുള്ളത്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ ബിജു സഖാവ് പ്രസംഗിക്കുമ്പോൾ നിങ്ങളോട് പറയും. 9.5 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളോട് പറയണം. അങ്ങനെ പറയുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതും കൂടെ ഓർക്കണം. നമ്മുടെയൊക്കെ മനസ്സിലിരിക്കുന്നത് കേരളം ഉണ്ടായത് 2016-ലാണെന്നാണ്. അന്നു മുതലുള്ള കാര്യങ്ങളെ നമ്മുടെ മനസ്സിലുള്ളൂ. പ്രിയപ്പെട്ടവരെ, 2016-ന് മുമ്പൊരു കേരളം ഉണ്ടായിരുന്നു. അന്ന് ആരായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി? ഉമ്മൻചാണ്ടി. സഖാവ് പിണറായി വിജയൻ കേരളത്തിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായിരുന്നു. ആ ഗവൺമെന്റ് നടത്തിയ പ്രവർത്തനങ്ങൾ അതുകൂടി ഒന്നോർത്തെടുത്തിട്ട് വേണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ സംബന്ധിച്ച് വിലയിരുത്താൻ. സഖാവ് പിണറായി വിജയൻ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോ അധികാരത്തിൽ വന്ന ആദ്യ ക്യാബിനറ്റ് യോഗം ചേർന്നു. എടുത്ത ഒന്നാമത്തെ തീരുമാനം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ഒന്നാമത്തെ തീരുമാനം 600 രൂപയുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 18 മാസക്കാലം കുടിശ്ശികയാണ് എന്നും ആ 18 മാസക്കാലത്തെ പെൻഷൻ കുടിശ്ശിക
ആദ്യം ഈ പറയുന്ന പാവപ്പെട്ട ജനങ്ങളുടെ കൈകളിൽ എത്തിച്ചിട്ടു മതി കേരളത്തിലെ ക്യാബിനറ്റിലെ മന്ത്രിമാരും മറ്റുള്ളവരും ഉദ്യോഗസ്ഥരും ശമ്പളം വാങ്ങാൻ. അതുകൊണ്ട് ആദ്യം ആ കുടിശ്ശിക കൊടുത്തു തീർക്കണമെന്ന് തീരുമാനിച്ച് കുടിശ്ശിക കൊടുത്തു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഒരു ഓണക്കാലത്ത് 2 പേർ പെൻഷൻ മേടിക്കുന്ന സ്ഥലങ്ങളിൽ 30,000-വും 35,000 രൂപയൊക്കെ കിട്ടി അന്തം വിട്ടുപോയി. ഇത് എന്ത് ചെയ്യുമെന്ന്. ആ ഓണത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചിട്ട് പോയ പെങ്കൊച്ച് കൂടെ വീട്ടിൽ വന്ന് ഉള്ളതെല്ലാം കൊണ്ടുപോയി. അവസാനം 2 ഗ്യാസ് കുറ്റിയുള്ളതിൽ എന്തിനാ അമ്മച്ചിക്ക് 2 ചോദിച്ചു ഒന്നുകൂടെ കൊണ്ടുപോയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ലായിരുന്നു. പക്ഷെ ആ ഓണത്തിന് നാട്ടിൽ വന്നു. വീട്ടിൽ പിന്നെ ഈ പൂരാടത്തിന്റെ അന്ന് തന്നെ വന്നു. കാര്യം എന്താ, അച്ഛനും അമ്മയ്ക്കും കൂടെ ഏതാണ്ട് 10,000, 40,000 രൂപ കിട്ടിയിരിക്കുകയാണ്. മറ്റോണങ്ങൾക്ക് മക്കളെ തിരക്കിയല്ല സാധാരണ അമ്മമാരിയിരിക്കുന്നത്, കൊച്ചുമക്കളെ തിരക്കിയാണ്. ആ ഓണനാളുകളിൽ ഉത്രാടം കഴിഞ്ഞ് തിരുവോണത്തിനോ അവിട്ടത്തിനോ ചതയത്തിനോ തങ്ങളുടെ കുഞ്ഞുമക്കൾ വന്ന് തങ്ങളുടെ മടിയിലിരുന്ന് അവരെ ഒന്ന് കൊഞ്ചിക്കാൻ വെമ്പൽ കൊള്ളുന്ന മാതാപിതാക്കളായിരുന്നു. മോനും മോളും ഒന്നും വന്നതേ ഇല്ല. പക്ഷേ ആ ഓണത്തിന് വന്നു. ഓണത്തിന് 4 ദിവസം മുമ്പ് വന്നു. അമ്മയുടെ ക്ഷേമങ്ങൾ അന്വേഷിച്ചു. ആ ഓണം മുതലാണ്, അഥവാ സഖാവ് പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഓണം മുതൽ ഇന്നു വരെയുള്ള ഓണസമയങ്ങളിലാണ് നമ്മുടെ വീട്ടിലെ പ്രിയപ്പെട്ട മുത്തശ്ശിമാർക്കും മുത്തശ്ശന്മാർക്കും പേരക്കുട്ടികളുടെ ഒരു ഉമ്മ കിട്ടുന്നത്. എന്താ ഈ പേരക്കുട്ടികളുടെ ഉമ്മ കിട്ടാൻ കാര്യം? പകരം മടിശീലയിൽ നിന്ന് ഒരു 500-ന്റെ നോട്ട് കൊച്ചുമകന്റെ കയ്യിലേക്ക് ഒന്ന് വെച്ചുകൊടുത്ത് ഒരു ഉമ്മ തിരിച്ചു കൊടുക്കാൻ കഴിയുന്നത് ഇടതുപക്ഷം കേരളം ഭരിക്കുന്നതിന് കൊണ്ടാണ്. ഇത് ഞാൻ ചുമ്മാ പറഞ്ഞതല്ല. നാട്ടിലെ ജനങ്ങളെ, ഈ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി പെൻഷൻ കൊടുത്തു. നമ്മുടെ ഗവൺമെന്റ് വരുന്നതിന് മുമ്പുള്ള കേരളത്തിൽ TV ചാനൽ കാണാൻ പറ്റുമായിരുന്നു. ഞാനൊക്കെ ആണെങ്കിൽ എന്റെ 2 കൊച്ചുങ്ങളെ ഒരു പ്രത്യേക മുറിയിൽ പൂട്ടിയിട്ടിട്ട് ഞാനും ഭാര്യയും കൂടി ഇരുന്ന് TV വാർത്ത കാണുമായിരുന്നു. ഞങ്ങൾ 2 പേരും കൂടെ ആകുമ്പോൾ കുഴപ്പമില്ല കാണാൻ. കാര്യം അതീ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് 2 പേർക്കും കേൾക്കാം. പക്ഷെ പൊടി കൊച്ചുങ്ങളെ കേൾപ്പിക്കാൻ കൊള്ളൂല. കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ജോപ്പൻ, ജിക്കുമോൻ, സലീം രാജ്, സകല ആളുകൾ, ഒരുത്തം പോയി കരിക്ക് കുടിച്ചത്, വേറൊരുത്തം പോയി ഐസ്ക്രീം കഴിച്ചത്, ഈ നിലയിലുള്ള അപസർപ്പക കഥകളെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഭരണ നേതൃത്വം മലീമസമായി നിന്നൊരു കാലഘട്ടം ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മറക്കരുത്. അതിൽ നിന്ന് മുക്തി നേടിയാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിലെത്തിയത്. പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും അക്കമിട്ടു നടപ്പിലാക്കി. 600 കാര്യങ്ങൾ ഒന്നാം പിണറായി ഗവൺമെന്റ് പറഞ്ഞു. 598 നടപ്പിലാക്കി. 2 എന്തുകൊണ്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല? അതിന്റെ പ്രായോഗിക പ്രശ്നമെന്തെന്ന് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു. ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് നമ്മളെ വല്ലാതെ എത്രയോ ദുരിതങ്ങൾ വേട്ടയാടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ ദുരന്ത സമയത്തു കേരളത്തിൽ ഇടതുപക്ഷമല്ല ഭരിച്ചിരുന്നതെങ്കിൽ നമ്മുടെ ഗതി എന്താകുമായിരുന്നു? വെള്ളപ്പൊക്കത്തെക്കുറിച്ച് കണക്കക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നിങ്ങൾ അത് അനുഭവിച്ചില്ല. പക്ഷെ ഞാനും നിങ്ങളും എല്ലാം അനുഭവിച്ചൊരു ദുരന്തമുണ്ടല്ലോ, കോവിഡ്. ഭയാനകമായ അന്തരീക്ഷമായിരുന്നില്ലേ? തുമ്മരുത്, തുപ്പരുത്, കാണരുത്. ചിലരൊക്കെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കിയാൽ കോവിഡ് പകരുന്നു. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും വന്നാൽ കണ്ണടച്ച് വർത്താനം പറയുമായിരുന്നു. ഇനി കണ്ണി കൂടെ കാണും വൈറസ് കയറി പോന്നെങ്കിലും ഒന്നിച്ച്. ഇതെന്താണ് രോഗമെന്നറിയാതെ പകച്ചു നിന്നൊരു കാലഘട്ടം. എല്ലാവരും വീട്ടിലിരിക്കാൻ പറഞ്ഞൊരു കാലഘട്ടം. എവിടെയാണോ നമ്മളുള്ളത് അവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ രാവിലെ ബാത്റൂമിൽ പോകുന്നവനാണെങ്കിലോ അവിടെ ഇരുന്നാൽ മതിയാ. ഇത് നമ്മളല്ല പറഞ്ഞ കേട്ടാ, കേന്ദ്ര ഗവൺമെന്റാണ് പറഞ്ഞത്. എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരിക്കുക. എന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിങ്ങളോടും എന്നോടും എന്താ പറഞ്ഞത്? കോവിഡ് എന്ന് പറയുന്നത് ഒരു സൂക്ഷ്മാണുവാണ്, അത് മഹാകുഴപ്പക്കാരനാണ്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, സന്ധ്യ സമയത്താണ് ഇവ ഇറങ്ങുന്നത്.
അതുകൊണ്ട് വീട്ടിനകത്തിരിക്കുന്ന സ്റ്റീൽ പാത്രങ്ങൾ എടുത്തുകൊണ്ട് വന്ന് വീട്ടിന്റെ മുമ്പിൽ വന്ന് നിന്ന് കിണ്ടിണ്ടം 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 ഒന്ന് കൊട്ടുക. കൊട്ടിയാൽ കോവിഡ് പോകും. നമ്മൾ പറഞ്ഞു കൊട്ടിയാൽ പോകൂലെന്ന്. പക്ഷേ നമ്മുടെ അനുഭാവികളായ സഖാക്കളും ബിജു സഖാവ് പറഞ്ഞിട്ടും കേൾക്കാതെ വളരെ പതുക്കെ ബിജു സഖാവിന്റെ ചെവിയിൽ കേൾക്കാത്ത രീതിയിൽ വീടിന് മുമ്പിൽ, കാര്യം കോവിഡ് പോന്നെങ്കിൽ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് 2 കൊട്ടുകൂട്ടി. ഒരു BJP-യുടെ MP പറഞ്ഞു, നിങ്ങൾക്ക് കോവിഡ് മാറ്റാൻ ഫലപ്രദമായ മാർഗമുണ്ട്. രാവിലെ പശുവിടുന്ന ചാണകം എടുത്ത് 1 ഗ്ലാസ് വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ കോവിഡ് മാറും. ഇത് കേരളത്തിൽ പറഞ്ഞ കാര്യമാണ്. ആ സമയത്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പറഞ്ഞത്, പ്രിയപ്പെട്ട ജനങ്ങളെ, ഭയം വേണ്ട, ജാഗ്രത മതി. തൊഴിലിന് പോകാൻ കഴിയാതെ വീടുകളിൽ തന്നെ കഴിയുന്ന തൊഴിലാളികൾ, മറ്റാളുകൾ, പണക്കാർ ഒരുപോലെ ബാധിച്ചു. കാരണം വിശക്കുമ്പോ പണം വാരി തിന്നാകൂലല്ലോ. നല്ല വിശപ്പുള്ളപ്പോ ബ്യൂറോയിലിരിക്കുന്ന 2 കെട്ട് 500-ന്റെ നോട്ടെടുത്ത് ഭക്ഷിക്കാനാവില്ല. കടകളും കമ്പോളങ്ങളും അടഞ്ഞു കിടക്കുന്നു. തൊഴിലാളികൾക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. എല്ലായിടത്തും ഭക്ഷ്യക്കിറ്റ് കൊടുത്തു. ഭക്ഷണം പാചകം ചെയ്യാൻ കഴിയാത്ത സഹോദരങ്ങളുള്ള വീടുകളിൽ ഗ്രാമപഞ്ചായത്ത് വഴി ഭക്ഷണം എത്തിച്ചു. അന്നും കോൺഗ്രസുകാർ പറഞ്ഞു, ഇത് യവന്മാര് വോട്ടിന് വേണ്ടിയാണ് ഈ കിറ്റ് കൊടുക്കുന്നത്. അപ്പൊ ഭക്ഷണം കൊടുക്കുന്നത് വോട്ടിന് വേണ്ടി. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചു നോക്കിയത്, കടയ്ക്കൽ ചന്തയിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന നായ്ക്കൾക്ക് ബിജു സഖാവേ, നിങ്ങൾ കോവിഡ് സമയത്ത് ഭക്ഷണം കൊടുത്തില്ലേ? നാട്ടിലെ ചന്തകളിലും നാട്ടിലും അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന പട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു. കേരളത്തിലെ ആനകൾക്ക് ഭക്ഷണം കൊടുത്തു. കേരളത്തിൽ എവിടെയാ ആനയ്ക്കോട്ടുള്ളത്? ആനയെ വളർത്തുന്നവർ ഇതിന് ഭക്ഷണം കൊടുത്തു മുടിഞ്ഞു പോകുന്ന ഒരു സ്ഥിതി വന്നപ്പോ ഗവൺമെന്റ് തന്നെ ആനയ്ക്ക് ഭക്ഷണം കൊടുത്തു. ആനയ്ക്ക് മാത്രമല്ല, കാക്കയ്ക്ക് കൊടുത്തു, പൂച്ചയ്ക്ക് കൊടുത്തു, പട്ടിക്ക് കൊടുത്തു. ഇതൊരു മാനവിക മൂല്യമാണ്. ജീവനുള്ള ഒരു ചരാചരവും ഈ കേരളത്തിൽ ഈ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ പട്ടിണി കിടക്കാൻ പാടില്ല എന്ന് പറയുന്ന മനുഷ്യത്വത്തിന്റെ ഉദാത്തമായ മാതൃകയായി കേരളത്തിന്റെ ഗവൺമെന്റ് മാറി. ഓക്സിജൻ കിട്ടാതെ കിടന്നൊരാളും മരിച്ചില്ല കേരളത്തിൽ. എയിംസ് എന്ന് പറയുന്ന ലോകോത്തരമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഡൽഹിയിലെ ആശുപത്രിയുടെ വരാന്തയിൽ ശ്വാസം മുട്ടി ശ്വാസം കിട്ടാതെ 100 കണക്കിന് രോഗികൾ മരിച്ചു വീഴുമ്പോൾ കേരളത്തിൽ ഒരാളും ശ്വാസം കിട്ടാതെ മരിച്ചില്ല. ഈ നിലയിൽ കോവിഡിന്റെ പ്രതിസന്ധി കാലത്തു ജനങ്ങളെ മാറോടു ചേർത്തണച്ചൊരു ഗവൺമെന്റ്, ആ ഗവൺമെന്റാണ് പിന്നീട് രണ്ടാമതും വന്നത്. ഇങ്ങനെ ക്ഷേമകാര്യങ്ങളും അതോടൊപ്പം വികസന കാര്യങ്ങളും നമ്മൾ നടപ്പിലാക്കി. അതിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്ക് നിങ്ങളൊന്ന് പോയി നോക്കണം. പണ്ടൊക്കെ ആണെങ്കിൽ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി മാത്രം, എന്റെ അച്ഛൻ സ്കൂളിൽ ചേർക്കാനാണ് വന്നിട്ടുള്ളത്. പിന്നെ അങ്ങോട്ട് വന്നിട്ടില്ല. ഇന്നത്തെ പോലെ PTA മീറ്റിംഗ് ഒന്നും ഇല്ലല്ലോ. നിങ്ങളുടെ കൊച്ചുങ്ങൾ പഠിക്കുന്ന സ്കൂൾ ഇപ്പൊ എങ്ങനെയാ? നിങ്ങൾ പഠിച്ച സ്കൂൾ പോലെയാ? നിങ്ങൾ പഠിച്ച സ്കൂൾ എങ്ങനെയായിരുന്നു? ഞാൻ പഠിച്ച സ്കൂൾ എന്ന് പറയുന്നത് ബെഞ്ച് കിറുകിറ ആടും. നമ്മൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടും. സൈഡിൽ ഇരിക്കുന്നവന്റെ ഊപ്പാട് വരും. ചെറിയ ഓട്ടയുണ്ട്, അനക്കീന്ന് അങ്ങോട്ട് അയ്യോ എന്നൊരു വിളിയുണ്ട് ഇല്ലേ? ചോക്ക് സാറ് ചോക്കുമായിട്ടാ വരുന്നത്. ബോർഡാണെങ്കിൽ ഇങ്ങനെ ചരിഞ്ഞു കിടക്കും. അതല്ലായിരുന്നോ നമ്മുടെ സ്കൂള്? ഇന്ന് നമ്മുടെ കൊച്ചുങ്ങളെ ലിറ്റിൽ തിയേറ്ററിൽ ഇരുന്ന് പഠിക്കുന്ന കൊച്ചുങ്ങളുണ്ട്. സ്കൂളുകളിൽ ലിറ്റിൽ തിയേറ്റർ 30-35 കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാൻ കഴിയുന്ന, എങ്ങനെ കണ്ടുപഠിക്കാൻ കഴിയുന്ന. ഈ അമ്മച്ചിയൊക്കെ എന്നാ സിനിമ കണ്ടു തുടങ്ങി? ഒന്ന് ആലോചിക്കുകയാണ്. പണ്ടത്തെ നമ്മുടെ അമ്മമാരൊക്കെ സിനിമ എന്നാ കണ്ടു തുടങ്ങിയ? സിനിമ കണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം ഭാര്യ ഭർത്താക്കന്മാരായി പോകുന്നത് എവിടെയാണ്? ഇവിടെയാണ് താമസം എന്നുള്ളതുകൊണ്ട് ഇവിടെ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു, നമ്മുടെ പോസ്റ്റ് ഓഫീസിന്റെ ഓപ്പോസിറ്റ് മോഹൻ തിയേറ്റർ. അവിടെ ഭാര്യയും ഭർത്താവും കൂടെ പോകും. ചെന്നിരുന്നാലോ ഇരിക്കാൻ നോക്കില്ല, മൂട്ട കാരണം സഹിക്കത്തില്ല, കൂടെ നമ്മൾ എണീക്കും. അതുമാത്രമല്ല, ഈ സിനിമ വ്യക്തമായി കാണാൻ നോക്കില്ല. ഈ പേഴിന്റെ തൂണാണ്. ജയ ഇറങ്ങി വരുമ്പോ ഈ പേഴ് കാരണം മറഞ്ഞു, നമ്മൾ എത്തി നോക്കും ജയനെ. ഇങ്ങനെ സിനിമയും കണ്ട് തൊട്ടപ്പുറത്തുള്ള സ്റ്റുഡിയോയിൽ കയറി ഒരു ഫോട്ടോ എടുത്തിട്ട് വരുന്നതായിരുന്നു പണ്ടത്തെ. ഇന്നല്ലേ ഹണിമൂണൊക്കെ ആയത്. അന്ന് ഒരു മൂണും ഇല്ല, ഈ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഇന്ന് ഹണിമൂൺ ഉണ്ടെന്ന് മാത്രമല്ല, ഹണിമൂണിന് പോകുമ്പോഴോ സകല ഫോട്ടോഗ്രാഫർമാരെയും വീഡിയോഗ്രാഫർമാരെയും കൂടെ കൊണ്ടാണ് പോണത്.
അപ്പൊ അന്നത്തെ ആ കാലത്ത് നമ്മൾ അങ്ങനെ സിനിമ കണ്ടെങ്കിൽ ഇന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി താൻ പഠിക്കേണ്ട കാര്യങ്ങൾ നേരിട്ട് കണ്ടുപഠിക്കുന്നു. എന്നെ 9ാം ക്ലാസ്സിൽ രസതന്ത്രം പഠിപ്പിച്ച അധ്യാപിക ടീച്ചർ സൂസമ്മ ടീച്ചർ എന്നോട് പറഞ്ഞത്, അല്ലയോ മക്കളെ, അവരുടെ ചൂണ്ടുവിരൽ ചൂണ്ടിക്കൊണ്ട് എന്നോട് പറഞ്ഞു, ഇതാണ് ടെസ്റ്റ് ട്യൂബ്. പിന്നെ എന്ന് ടെസ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിൽ സൂസമ്മ ടീച്ചറിന്റെ നീണ്ട വിരലാണ് ടെസ്റ്റ് ട്യൂബ് എന്നാണ് അമ്മച്ചിയാണ് 10ാം ക്ലാസ് കഴിയുന്നവരെ ഞാൻ മനസ്സിലാക്കിയത്. പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സൂസമ്മ ടീച്ചറുടെ നീണ്ട വിരലല്ല ടെസ്റ്റ് ട്യൂബ് എന്നും ടെസ്റ്റ് ട്യൂബ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെന്നും. അങ്ങനെയാണ് നമ്മൾ പഠിച്ചതെങ്കിൽ ഇന്ന് കുട്ടികൾ കണ്ടും കേട്ടും അനുഭവിച്ചും പഠിക്കാൻ കഴിയുന്ന തരത്തിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയായി മാറ്റി 48,000-ഓളം സ്കൂളുകളുടെ മുറികൾ ഹൈടെക് ആക്കി മാറ്റി. 5 ലക്ഷം 3 ലക്ഷം 5 കോടി 3 കോടി 2 കോടി 1 കോടി ഈ നിലയിൽ സ്കൂളുകൾക്ക് ഫണ്ട് അനുവദിച്ചുകൊണ്ട് അടിസ്ഥാന സൗകര്യം വികസിപ്പിച്ചുകൊണ്ട് 5000 കോടിയിലധികം രൂപയാണ് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയതിന്റെ ഫലമായി 10 ലക്ഷത്തിലധികം കുട്ടികൾ ഇന്ന് നമ്മുടെ ഈ പൊതുവിദ്യാഭ്യാസത്തിലേക്ക് വന്നു. പണ്ട് ടൈയും കെട്ടി വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്ന എയ്ഡഡ് അല്ലാത്ത അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ നമ്മുടെ സ്കൂളുകളിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം വരുത്തി, ആശുപത്രികളിൽ മാറ്റം വരുത്തി. കടയ്ക്കൽ ആശുപത്രിയുടെ സ്ഥിതി എന്തായിരുന്നു? 2016 മുമ്പ് കൈപ്പുണ്ണിന് കണ്ണാടി വേണ്ടെന്ന് പറഞ്ഞ നിങ്ങളുടെ അടുത്ത് ഞാൻ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയെ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ. പണ്ടത്തെ ആശുപത്രിയുടെ പേരെന്തായിരുന്നു? ധർമാശുപത്രി. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു പറയുന്നത് പണ്ട് കാലത്ത്? ധർമാശുപത്രി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവൻ പോകുന്ന ആശുപത്രി. ആ ആശുപത്രിയുടെ സ്ഥിതി എന്തായിരുന്നു? മരുന്നുണ്ടായിരുന്നു? ഡോക്ടർ ഉണ്ടായിരുന്നു? മരുന്നില്ല, ഡോക്ടറില്ല. വേണമെങ്കിൽ പ്രൈവറ്റായി പോയി ചികിത്സിക്കണമായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ 57-ൽ സ്രാവ് EMS നമ്പൂതിരിപ്പാട് അനുവദിച്ചു കൊടുത്തൊരു വലിയ സൂചിയാണ് ആകെ ഉള്ളത്, സിറിഞ്ചും. നിങ്ങൾ പോയിട്ടുണ്ടോ ആശുപത്രിയിൽ? ചൊറിയോ ചെരങ്ങുമായിട്ട് പോകുന്നവന്റെ കഷ്ടകാലമാണ്. ഒരു സൈസിലെ പിങ്ക് കളറിലൊരു ചായം പോലൊരു സാധനമുണ്ട്, അത് കമ്പൗണ്ടറിലെ ബ്രഷിലോട്ട് മുക്കി 4 അടിയങ്ങ് അടിക്കും. ഇതാണെങ്കിലോ 2 മാസം ആയാലും പോകത്തില്ല, അങ്ങനെ കിടക്കും. ഏതിനും അത് തന്നെയാണ്. ആശുപത്രിയിൽ ചെന്ന മരുന്നോ ഒരു വലിയ കുപ്പിക്കകത്തൊരു 3-4-5 കുപ്പിയിലെടുത്ത് വെച്ചേക്കും. ഈ കമ്പൗണ്ടർ ഈ ഡോക്ടർ എഴുതിരുന്നതൊന്നും നോക്കത്തില്ല. നമ്മളോട് വർത്താനം പറഞ്ഞ് ചിരിച്ചോണ്ടിരുന്ന അതിന്ന് 4 ഇതിന്ന് 4 അപ്പുറത്തുനിന്ന് 4. വയറിളവാനും ഒരു ഗുളിയാണ്, വയറിളക്കം നിൽക്കാനും ഒരു ഗുളികയാണ്, എല്ലാത്തിനും ഒരേ ഗുളിയാണ്. ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്നവന്റെ കാര്യമാണ് കഷ്ടം. സൂചി ഞാൻ പറഞ്ഞില്ലേ, EMS മേടിച്ചു കൊടുത്ത സൂചിയാണ്. എത്ര പേരെ കുത്തിയ സൂചിയാണെന്നറിയാമോ? അതെ, ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് അപ്പോഴേ എടുത്താണ് ഈ സാധനം. പിന്നെ ആകെയുള്ളൊരു മെച്ചം എന്ന് പറഞ്ഞാൽ അന്നത്തെ നഴ്സുമാരെല്ലാം നല്ല ആരോഗ്യമുള്ളവരായിരുന്നു. നമ്മളെടുത്ത് പറയാ സൈഡിലോട്ടൊന്ന് ചാഞ്ഞ് നിന്നോ മക്കളെ എന്ന് പറഞ്ഞിട്ട് ഒരു 50 മീറ്റർ അപ്പുറത്ത് നിന്നില്ല, ഓടാൻ വേണ്ടി വരുന്ന പോലെ സ്റ്റെപ്പ് എടുത്ത് വന്ന് നമ്മളെ ഇളിക്കൂട്ടിൽ ഒരു ചവിട്ടി ഒരൊറ്റ കുത്ത നമ്മൾ അമ്മയെന്നൊന്ന് വിളിക്കും. അങ്ങനെയുള്ള സൂചി വെച്ചുള്ള ഇഞ്ചക്ഷൻ ആയിരുന്നു 2016 മുമ്പ് വരെയൊക്കെ. ഇന്നോ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ ഇന്ന് 42 രോഗികൾക്ക്, ഡയാലിസിസ് ചെയ്യേണ്ടുന്ന രോഗികൾക്ക്, അതായത് ഷുഗർ വന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കിഡ്നി അടിച്ചു പോകും. ഒരു ദിവസം ഒരാഴ്ചയിൽ 3-4 നമുക്ക് ചെയ്യേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഡയാലിസിസ് ചെയ്യുന്ന ആശുപത്രി കടയ്ക്കൽ കിംസാറ്റ് ആണ്. ഇയാളെ എന്റെ ആളായോണ്ട് പറയുകയാണ്, അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. സാമാന്യ ഈ പ്രദേശത്തുള്ളതിൽ കുറഞ്ഞ ചാർജിൽ ചെയ്യുന്നത് അവിടെയാണ്. കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലോ ഡയാലിസിസ് രോഗി വരിക, ഡയാലിസിസ് മെഷീന്റെ അവിടുത്തെ ആ ബെഡിൽ കയറി കിടക്കുക, 4 മണിക്കൂർ കൊണ്ട് കഴിയുക, ഇറങ്ങി പോവുക. 10 പൈസ പോയിട്ട് പണ്ടത്തെ ആൾ 1/2 അണ പോലും ചെലവില്ലാതെ 42 പേർക്ക് ഒരു ദിവസം ഡയാലിസിസ് ചെയ്യുന്ന കേന്ദ്രമാണോ കടയ്ക്കൽ താലൂക്ക് ആശുപത്രി? കടയ്ക്കൽ താലൂക്ക് ആശുപത്രി മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് സൗകര്യം ഏർപ്പെടുത്തി. ഏറ്റവും കൂടുതൽ ഹൃദയ ശസ്ത്രക്രിയ നടക്കുന്ന കേരളത്തിലെ ആശുപത്രി ഏതെന്ന് ചോദിച്ചാൽ അത് കോട്ടയം മെഡിക്കൽ കോളേജാണ്. അവയവമാറ്റ ശസ്ത്രക്രിയ അടക്കമുള്ള എല്ലാ വിദഗ്ധ ശസ്ത്രക്രിയകളും ചെയ്യാൻ കഴിയുന്ന തരത്തിൽ കേരളത്തിലെ ആതുരാലയങ്ങളെ മാറ്റി. കടയ്ക്കൽ താലൂക്ക് ആശുപത്രിക്ക് കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് വിട്ടു നൽകിയ 22
സെന്റ് സ്ഥലത്ത് ബഹുനില കെട്ടിടം പണിഞ്ഞതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കാക്കി മാറ്റാനുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനവും നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ RS ബിജുവൊക്കെ ഇനി പഞ്ചായത്തിൽ കയറിയിട്ട് വേണം അതിന്റെ പണി ആരംഭിച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ. നമ്മൾ തുടക്കം കുറിച്ചങ്ങനെ ആ മേഖലയെയും മാറ്റി, വിദ്യാഭ്യാസ മേഖലയെ മാറ്റി, ആരോഗ്യ മേഖലയെ മാറ്റി, പൊതുവിതരണ സമ്പ്രദായം മെച്ചപ്പെടുത്തി, എല്ലാ കാര്യങ്ങളും ചെയ്തു. അങ്ങനെ രണ്ടാമത് വന്നപ്പോ ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുക. രണ്ടാമത് വന്നപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നറിയോ? വെറും ക്ഷേമം കൊണ്ട് മാത്രം പറ്റത്തില്ല. കേരളത്തിന് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ഇന്നത്തെ അടിസ്ഥാന സൗകര്യങ്ങളിൽ മാറ്റം വരണം. നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? പഠിച്ചു നിൽക്കുന്ന കുട്ടികൾക്ക് അവരുടെ പഠനത്തിനനുസൃതമായ ജോലി കിട്ടുന്നില്ല. അതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അത് മാറ്റാൻ വേണ്ടി വിജ്ഞാന സമൂഹമാക്കി കേരളത്തെ മാറ്റാൻ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഫലപ്രദമായ മാറ്റം വരുത്തി. ഇവിടെ വ്യവസായം വരണം, ഇവിടെ പുതിയ സംരംഭങ്ങൾ ഉണ്ടാകണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭരണകാലത്ത് ഒട്ടേറെ പുതിയ വ്യവസായങ്ങൾ ഇവിടെ വന്നു. പശ്ചാത്തല സൗകര്യം നമ്മൾ വികസിപ്പിച്ചു. ഇനി നമുക്ക് മുന്നേറേണ്ടത് എങ്ങോട്ടെന്ന് ചോദിച്ചാൽ 25 വർഷക്കാലം ഇതുപോലൊരു ഭരണം കേരളത്തിൽ നടക്കുകയാണെങ്കിൽ ആസ്ട്രേലിയയെ പോലെ, സ്വിറ്റ്സർലൻഡിനെ പോലെ വികസിത രാജ്യങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ജീവിത സൗകര്യത്തോടും സന്തോഷത്തോടും കൂടി കഴിയാൻ കഴിയുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമായി കേരളത്തെ മാറ്റാൻ കഴിയത്തക്ക തരത്തിൽ കേരളത്തെ നവകേരളമാക്കി മാറ്റാനുള്ള ഒരു പുതിയ കേരളം പടുത്തുയർത്തുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളുമായാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അതിന് ശക്തി പകരാനാണ് RS ബിജു അടക്കമുള്ള നേതാക്കന്മാർ ഇവിടെ വേണ്ടത്. ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങൾ താഴെ തട്ടിലേക്ക് നടപ്പിലാക്കാൻ പഞ്ചായത്തുകളുടെ സഹായം വേണം. ആ പഞ്ചായത്തുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണമാണ് ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ്. ക്ഷേമ പെൻഷൻ, ഞാൻ ഈ കാര്യം കൂടി പറഞ്ഞു. ഇപ്പൊ കിട്ടിയ അനുഭവം, നമുക്ക് ഈ കാര്യങ്ങൾ നമ്മളങ്ങ് മറന്നു. ഇപ്പൊ പെൻഷൻ എത്ര കിട്ടി? ഈ പെൻഷൻ മേടിക്കുന്നവർക്ക് അമ്മച്ചിക്ക് എത്ര കിട്ടി? 3600 കിട്ടിയില്ലേ? ആ 3600-ൽ 1600 രൂപ ഒരു മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു. അതങ്ങ് തീർന്നേ, ക്ലോസ്. ഇപ്പൊ 2000 കിട്ടില്ലേ? യെസ്, ഇപ്പൊ 2000 കിട്ടിയ 2000 കിട്ടി. അപ്പൊ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600-ൽ നിന്ന് 2000 ആക്കി. പ്രിയമുള്ളവരെ, നമ്മുടെ ആഗ്രഹം ഇത് 2000 ആക്കണമെന്നല്ല. പിന്നെ എത്ര ആക്കണമെന്നാ അറിയാം. എത്ര ആക്കിയാലും കുഴപ്പമില്ലല്ലേ? 2500 ആക്കണമെന്നാണ്. എന്തുകൊണ്ടാക്കാൻ കഴിഞ്ഞില്ല? കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരികൾ ഒരു ഫെഡറൽ സംവിധാനം എന്ന നിലയിൽ കേരളത്തിന് നൽകേണ്ടുന്ന അർഹമായ വിഹിതം നൽകാതെ ഏതാണ്ട് 2 ലക്ഷം കോടി രൂപയാണ് കേരളത്തിന് നൽകേണ്ടത് തടഞ്ഞു വെച്ചിരിക്കുന്നത്. ആ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ 2000. ഒരു ഘട്ടം കൂടി കഴിയുമ്പോൾ ഇത് വർദ്ധിപ്പിക്കും. അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് നമുക്ക് വാഗ്ദാനം പാലിച്ചുകൊണ്ട് ഇനിയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിക്കണം. 62 ലക്ഷം ആളുകളാണ് വാങ്ങുന്നത്. ഈ നാട്ടിലെ സഹോദരിമാർ ആർക്കോട്ട് ചെയ്യും? 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ വീട്ടിൽ ജോലി ചെയ്യുന്ന അമ്മമാർ അഥവാ വീട്ടമ്മമാർ, അവരുടെ ജോലിക്ക് ആരെങ്കിലും വില കൽപ്പിക്കാറുണ്ടോ? ഉണ്ടോ? വീട്ടമ്മമാർ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് വീട്ടിൽ ഭർത്താവ് ജോലിക്ക് പോകണമെങ്കിൽ ഭക്ഷണം വെക്കണം, അതുപോലെ കൊച്ചുങ്ങളെ സ്കൂളിൽ പറഞ്ഞു വിടണം, ആട്ടിനെ അഴിച്ചു കെട്ടണം, തോലൊടിക്കണം, പശുവിന് പുല്ലറുക്കണം, പിന്നെ ചോറ് വെക്കണം, വൈകുന്നേരത്തേക്ക് കൊച്ചുങ്ങൾ വരുമ്പോ കാപ്പി ഉണ്ടാക്കണം, ഇതെല്ലാം ചെയ്യണം, എല്ലാ പരിപാടിയും ചെയ്യണം. അത് കഴിയുമ്പോ രാത്രിയാവുമ്പോ അദ്ദേഹം ഇന്ന് എങ്ങനെ വരുമെന്ന് ആലോചിച്ചിരിക്കണം. നല്ല രീതി വന്നാൽ കുഴപ്പമില്ല, അല്ലാതെ വരികയാണെങ്കിൽ പിറ്റേന്ന് രാവിലെ കുളക്കട്ട പരുവത്തി നമ്മളെ മുഖത്തും അഴിച്ചിരിക്കും. ഇത്രയും കാര്യങ്ങൾ ചെയ്താലും നമ്മൾ ചെയ്യുന്ന ജോലിക്ക് എന്തെങ്കിലും മൂല്യമുണ്ടോ? ഭാര്യ പറയുകയാണ്, ഇപ്പൊ ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുന്ന എന്നോട് എന്റെ ഭാര്യ പറയുകയാണ്, വയ്യ, ഭയങ്കര നടുവേദന, തുണി കഴുകി എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന്, നിനക്കിവിടെ എന്തോന്നാ ജോലി? അത് പുരുഷന്മാരുടെ ഒരു, ഞങ്ങളെ മൊത്തത്തിലുള്ളതാ. RS ബിജു അങ്ങനെ ചോദിക്കുന്ന എനിക്ക് അറിയത്തില്ല. ഞങ്ങൾക്ക് ആകെ ഉള്ളൊരു കുഴപ്പം എന്താണ്? വീട്ടുജോലി ചെയ്യുന്ന വീട്ടമ്മമാരുടെ ജോലിക്കൊരു മൂല്യമുണ്ടെന്ന് ആരും കണക്കാക്കുന്നില്ല. അതിനൊരു മൂല്യമുണ്ടെന്നും
ആ മൂല്യത്തിന് അനുസൃതമായ കാര്യം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പോലും വീട്ടിൽ ജോലി ചെയ്യുന്ന വീട്ടമ്മമാരുടെ അധ്വാനത്തിന് മൂല്യമുണ്ടെന്നും ആ മൂല്യത്തിന് അനുസൃതമായിട്ടല്ലെങ്കിൽ പോലും ഒരു മാസം 1000 രൂപ അവർക്ക് നൽകി ഒരു അംഗീകാരം നൽകണമെന്ന ചിന്തയുണ്ടാകുകയും അത് നടപ്പിലാക്കുന്നതിനാവശ്യമായ ഉത്തരവിടുകയും ചെയ്തുകൊണ്ട് കേരളത്തിലെ 32 ലക്ഷം സഹോദരിമാർക്ക് 1000 രൂപ വീതം വീട്ടിലെത്തിക്കുകയാണ്. പ്രിയമുള്ളവരെ, കേരളത്തിലല്ല, ലോകത്തിന്റെ ചരിത്രത്തിലെ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിയുമോ, കാട്ടാൻ കഴിയുമോ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് 1000 രൂപ കൊടുക്കുന്നത്? ഇത് തെരഞ്ഞെടുപ്പിന് വേണ്ടി കൊടുക്കുന്നതല്ല കേട്ടോ. ഇപ്പൊ ഈ ബീഹാറിൽ കൊടുത്തു, ഒറ്റയടിക്ക് എല്ലാ വനിതകൾക്കും 10,000 രൂപ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അടുത്ത മാസവും വരുമെന്നും പറഞ്ഞിരുന്നു, സാധനം വരുന്നില്ല. ഇനി എന്ന് വരും? 5 വർഷം കഴിഞ്ഞു വരും. ഇതങ്ങനല്ല, സ്ഥിരമായി 60 വയസ്സാകുന്നത് വരെ 1000 രൂപ വീതം കിട്ടിക്കൊണ്ടിരിക്കും. അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ നമ്മുടെ വീട്ടിലുണ്ട്. അവൻ 10ാം ക്ലാസ് കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞു, ജോലി കിട്ടുന്നില്ല. അവന്റെ കുഴപ്പമല്ല. ഇവിടെ നമ്മൾ 3 ലക്ഷം ആളുകൾക്ക് നമ്മുടെ ഗവൺമെന്റ് വന്നിട്ട് ജോലി കൊടുത്തിട്ടുണ്ട്. എന്നാലും അഭ്യസ്തവിദ്യരുണ്ട്. അവനൊരു അപേക്ഷ അയക്കണം, അവനൊരു സോപ്പ് മേടിക്കണം. വീട്ടിൽ ചെന്ന് അച്ഛനോട് ചോദിക്കുമ്പോൾ അച്ഛൻ എന്തോ പറയും? 1-2 പ്രാവശ്യം കൊടുക്കും. പിന്നെന്തോ പറയും? നിനക്ക് കിളയ്ക്കാൻ പോയിക്കൂടാ, ഇത്ര നാൾ ഞാൻ അന്വേഷിച്ച് തന്നില്ലേ? ആ ചെറുപ്പക്കാരന്റെ ആത്മാഭിമാനത്തിന് വ്രണമേൽക്കും. ഇത് മനസ്സിലാക്കിയിട്ടാണ് കേരളത്തിലെ ചെറുപ്പക്കാരന് നൈപുണ്യ വികസനത്തിന് വേണ്ടി 1000 രൂപ വീതം മാസം കൊടുക്കാൻ തീരുമാനിച്ചു. ആശാ വർക്കർമാർ, അംഗൻവാടി വർക്കർമാർ, ഇവരെ തൊഴിലാളിയായി പോലും കണക്കാക്കാൻ തയ്യാറാകാത്ത കേന്ദ്ര ഗവൺമെന്റുള്ള ഈ നാട്ടിലാണ് അവർക്ക് ഓണറേറിയം 1000 രൂപ വീതം വർദ്ധിപ്പിച്ചു. പാചക തൊഴിലാളികളുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചു. ഈ നിലയിൽ എല്ലാ മേഖലയിലുമുള്ള സാധാരണക്കാരനെ കൈപിടിച്ചുയർത്തിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ നാട് ഭരിക്കുന്നത് കൊണ്ടാണ് കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിനും ചടയമംഗലം ബ്ലോക്കിനും ജില്ലയ്ക്കുമെല്ലാം ഈ നിലയിലുള്ള നേട്ടങ്ങൾ നേടാൻ കഴിഞ്ഞത് എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടണം. കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കണം, നിങ്ങളുടെ സ്ഥാനാർത്ഥി സഖാവ് RS ബിജുവിനെ ഞാൻ ഇനി പ്രത്യേകം ഇവിടെ ഒന്ന് പരിചയപ്പെടുത്തിയാൽ നിങ്ങൾ എനിക്ക് അടിതരും. ഇവിടെ പറഞ്ഞ പോലെ എത്രയോ നാളായി നിങ്ങളുടെ ജനപ്രതിനിധിയായി പ്രവർത്തിക്കുന്ന ആളാണ്. ഓരോ സ്ഥാനാർത്ഥിയെയും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നില്ല. പക്ഷേ ഇവർ ജയിച്ചു വരേണ്ടത് ഇവരുടെ ആവശ്യമല്ല, ഇവർ ജയിച്ചു വരേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ്. ഈ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണം നമ്മള്. ഇവിടെ കുഴപ്പമില്ല, കടയ്ക്ക് കുഴപ്പമില്ല, എന്റെ നാട്ടിൽ ഒരു കുഴപ്പമുണ്ട് കേട്ടാ. ഒറിജിനൽ പാർട്ടിയാണ്, ചേച്ചി പാർട്ടി മെമ്പറാണ്. പക്ഷെ പഞ്ചായത്ത് ഇലക്ഷൻ ഒരു പ്രാവശ്യം വന്നപ്പം ചേച്ചിയുടെ അപ്പച്ചിയുടെ മോൻ സ്ഥാനാർത്ഥിയായി, മറ്റേ കോൺഗ്രസിന്. നമ്മുടെ സ്ഥാനാർത്ഥി ഒരു അയ്യോ ഭാവി. അപ്പൊ ഈ ചേച്ചിയുടെ മനസ്സിൽ തോന്നിയിട്ട് ചേച്ചി ഒരാളുടെ പറഞ്ഞതാണ്, ഞാൻ ഭയങ്കര മാർക്സിസ്റ്റ് അടി, പക്ഷെ എങ്ങനെ വോട്ട് കൊടുക്കാതിരിക്കും ഈ അപ്പച്ചിയുടെ മോന്? അതെന്താ കാര്യം? പിന്നെ ആ അണ്ണന് വേണ്ടിയിട്ട് പണ്ട് അണ്ണന്റെ അച്ഛൻ പിന്നെ ഈ പെങ്ങളും ആങ്ങളെയാണല്ലോ, പെങ്ങളുടെ പിന്നെ പറഞ്ഞായിരുന്നു, എടി ഒരു കാര്യം ചെയ്ത് നിന്റെ മോളെ യവനം കെട്ടിച്ചോട്. അപ്പൊ പിന്നെ അവര് പറഞ്ഞു, എവളെ കൊണ്ടുവന്ന് അറബിക്കടലിൽ തള്ളിയാലും നിന്റെ മോന് തരൂല. അത്ര വൃത്തിയാണ് ഈ പുള്ളി, നമ്മുടെ ഇത് സ്ഥാനാർത്ഥി. പക്ഷെ ചേച്ചിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അന്ന് അങ്ങനെ കെട്ടാനോ പറ്റിയില്ല. പക്ഷെ അതിന് ഒരു പശ്ചാത്തലമായി ഈ വോട്ടൊരെണ്ണോ കൊടുത്തൂടെ? ഞാനിത് പറയാൻ കാര്യം, സ്ഥാനാർത്ഥിയല്ല, അവരെല്ലാം പ്രതീകങ്ങളാണ്, അവർ പ്രതിദാനം ചെയ്യുന്നതാണ്. ഞാൻ ഒരു ഫേസ്ബുക്കിലോ വാട്സപ്പിലോ കണ്ടത് ഉള്ളതാണോ എന്ന് എനിക്കറിയാൻ വയ്യ. മാറ്റിടാൻ പാറയെ മറിക്കാൻ ഒരാൾ വരുന്നു എന്നുള്ള തന്നെ ഞാനൊരു ഫേസ്ബുക്കിൽ കണ്ടു, മാറ്റിടാൻ പാറയെ മറിക്കാൻ ഇതാ എത്തിക്കഴിഞ്ഞു എന്ന്. ഞങ്ങളാണെങ്കിൽ ഈ മാറ്റിടാൻ പാറയിൽ വരെ കേരള ടൂറിസം വികസന മാപ്പിൽ ഉൾപ്പെടുത്തി ഈ മാറ്റിടാൻ പാറയെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസം മേഖലയാക്കി മാറ്റി അവിടെ അടിസ്ഥാന സൗകര്യം വികസിപ്പിച്ചാൽ ഈ നാട്ടിനടക്കം വലിയ മാറ്റമുണ്ടാക്കി വികസനമുണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുമ്പോൾ ഈ മാറ്റിടാൻ പാറയെ പൊക്കിയെടുത്ത് തിരിച്ചിടാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥി ഇവിടെ മത്സരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളോട് ബിജുവിനെ കുറിച്ചോ ബാക്കി സ്ഥാനാർത്ഥികളെ കുറിച്ചോ ഞാൻ പറയേണ്ടതില്ല. ഈ നിലയിൽ നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചരിത്രം കണ്ട ഭൂരിപക്ഷം
കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രത്യേകത കേരളത്തിൽ മൊത്തത്തിൽ അഭിമാനകരമായി പറയാൻ കഴിയും. നിങ്ങൾ എവിടുത്തുകാരനെന്ന് ചോദിച്ചാൽ ഞാൻ കടയ്ക്കൽക്കാരൻ എന്നാണ് സാധാരണ പറയുന്നത്. ഇട്ടിവക്കാരനാണെന്ന് പറയൂല. കാര്യം എന്താ? ഇട്ടിവയിൽ നമ്മൾ സ്ഥിരമായി ഭരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ തുഞ്ചത്ത് നിന്നാണ് ഭരിക്കുന്നത്. വക്കം കടയ്ക്ക ഊരെന്ന് കണക്ക്. ഭൂരിപക്ഷം ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് വെച്ചാൽ ഇല്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഞങ്ങളവിടെ നല്ല ഭൂരിപക്ഷം മേടിക്കും. പക്ഷെ കടയ്ക്കൽ എന്ന് പറയുന്ന കാര്യം എന്താ? 19 സീറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ്. ഇപ്പൊ വരാൻ പോകുന്ന റിസൾട്ട് 20 പറയും ബാക്കി 20 സീറ്റും നേടി ഇടതുപക്ഷത്തിന്റെ ഉരുക്കു കോട്ടയാണ് കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് എന്ന് തെളിയിക്കാൻ നമുക്ക് കഴിയണം. സർസിപിയുടെ അഹങ്കാരത്തിനും ധിക്കാരത്തിനും കർഷക ദ്രോഹ നടപടിക്കുമെതിരായിട്ടുള്ള പോരാട്ടത്തിൽ സധൈര്യം നേരിട്ടുകൊണ്ട് കൂലിപ്പടയുടെ മുന്നിൽ അടിപതറാതെ നിന്ന് ധീരരക്തസാക്ഷികളായവരുടെ പിന്തലമുറക്കാരായ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർ ആ പാരമ്പര്യമുള്ള കടയ്ക്കലിന്റെ പാരമ്പര്യം സംരക്ഷിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സഖാവ് RS ബിജുവിനെ അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിലും, ബ്ലോക്കിൽ സഖാവ് മാധുരിയെ അരിവാൾ നെൽക്കതിരടയാളത്തിലും, ജില്ലാ പഞ്ചായത്തിൽ ഇവിടെ നിന്ന് മത്സരിക്കുന്ന അധ്വാന വർഗത്തിന്റെ പ്രതിനിധി ആയിട്ടുള്ള നാട്ടിലെ എല്ലാവരെയും സമന്മാരായി കാണണമെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പോരാട്ടങ്ങളുടെ നായകനായി കൊല്ലം ജില്ലയിലാകെ നിറഞ്ഞു നിൽക്കുന്ന സഖാവ് മധുര സന്തോഷിനെ അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിലും നിങ്ങൾ വോട്ട് ചെയ്യണമേ എന്ന് വിനയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ കൺവെൻഷൻ അല്പം നീണ്ടുപോയ അധിക പ്രസംഗമായെങ്കിൽ പോലും നിങ്ങളുടെ ഈ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സഖാക്കളെ, ലാൽ സലാം. അടുത്തതായിട്ട് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സ്ഥാനാർത്ഥി സഖാവ് RS ബിജുവിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള അധ്യക്ഷൻ, നമ്മുടെ ഇലക്ഷന്റെ പ്രചരണങ്ങൾക്കെല്ലാം മുൻകൈയെടുത്ത് നിൽക്കുന്ന വളരെ അടുക്കൻ ചുറ്റിയോടും കൂടി ഉള്ള പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ശ്രീ മനു, അതുപോലെ തന്നെ നമ്മുടെ ഈ വാർഡ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കനായ മുൻ ഇട്ടിവ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും കഴിഞ്ഞ ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ, കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻകൈയെടുത്ത് നിന്ന സഖാവ് കൂടിയായിട്ടുള്ള സഖാവ് ദിനേശ്, അതുപോലെ തന്നെ തുമ്പോട് വാർഡിന്റെ മെമ്പർ മനോജ്, CPM-ന്റെ നേതാവ് സഖാവ് ബാബു, നമ്മുടെ ബൂത്ത് സെക്രട്ടറിമാരായിട്ടുള്ള മാഹിൻ, ഷൈജു, പ്രിയമുള്ള സഹപ്രവർത്തകർ, പ്രിയമുള്ള കുടുംബാംഗങ്ങളെ, ഇനിയൊരു സംസാരം ഇല്ല. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ തന്നിട്ടുള്ള ആ ആശീർവാദവും അംഗീകാരവും അത് നമ്മുടെ വാർഡിനെ ഏത് രൂപത്തിൽ കൊണ്ടെത്തിക്കുവാൻ കഴിഞ്ഞു എന്ന് ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം. നിങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എൻ്റെ മനസ്സിൽ തോന്നുന്നത് വളരെയേറെ ഭംഗിയായി ചെയ്തു തീർക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലും കഴിഞ്ഞ തവണയും വിജയിച്ച പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ ഈ പ്രദേശത്ത് ചെയ്തു തീർക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ പ്രശ്നം, ഒരുപാട് തെരഞ്ഞെടുപ്പുകളിലെല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് മാറ്റിടാമ്പാറ ടൂറിസം എന്ന് പറയുന്നത്. ആ ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ഒരു സംശയമില്ല, നമ്മുടെ നാട്ടിലെ നമ്മുടെ വീട്ടിലെ കൊച്ചുങ്ങൾക്കടക്കം ഈ പ്രദേശത്തടക്കം വലിയ മാറ്റം ഉണ്ടാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇത് കഴിഞ്ഞ നാളുകളിലും അതിൻ്റെ ഒരു നല്ല പ്രോജക്റ്റ് തയ്യാറാക്കി നമ്മുടെ ഷാജിരത്നമാണ്, അതായത് വീഗാലാൻഡിന്റെ വർക്കുകളെല്ലാം നടത്തിയ ഇപ്പോൾ തിരുവനന്തപുരത്ത് ആക്കുളത്തെ വർക്കുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഷാജിരത്നം കഴിഞ്ഞ ദിവസം 2-3 ദിവസത്തിന് മുമ്പ് ഇവിടെ വന്നിരുന്നു. ഞങ്ങളെല്ലാം കൂടെ മാറ്റാമ്പാറ സന്ദർശിക്കുകയൊക്കെ ചെയ്തു. അന്നും ഇതുപോലൊരു പ്രൊജക്റ്റൊക്കെ തയ്യാറാക്കി നമ്മൾ സമർപ്പിക്കുവാനുള്ള എല്ലാ തീരുമാനങ്ങളും ഒക്കെ എടുത്തപ്പോൾ അന്നുണ്ടായിരുന്ന ഒരു കാര്യം, കേരളത്തിലെമ്പാടും സ്വകാര്യ മേഖലയിൽ ടൂറിസം പദ്ധതിക്ക് സ്വകാര്യ മേഖലയിൽ വേണ്ട ഭൂമി സർക്കാർ ഭൂമിയാണെങ്കിൽ അതിനകത്ത് സർക്കാരിൻ്റെ രൂപത്തിലൊരു പദ്ധതി നടപ്പിലാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പോയത്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ കേരളത്തോടുള്ള അവഗണന. കേരളത്തിന് തരാനുള്ള പൈസ പോലും തരുന്നില്ല. അപ്പോൾ പിന്നെ ഒരു ടൂറിസം പദ്ധതി ഇട്ടാൽ തരുമോ? തരത്തില്ല. അപ്പോൾ കേരളത്തിലെ ഗവൺമെന്റ്
ഇപ്പോൾ എടുത്തേക്കുന്ന നിലപാട് നമ്മുടെ നാട്ടിലെ സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി ഒരു ടൂറിസം പദ്ധതി നടപ്പിലാക്കുക. നമ്മുടെ ചടയമംഗലം ജഡായു ടൂറിസം പദ്ധതി നടപ്പിലാക്കിയതുപോലെ ജഡായു ടൂറിസം പോലെ ഒന്നുമല്ല മാറ്റന്മാർ മാറാൻ പോകുന്നത്. ഞാനൊരു 10-25 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ആ ചാണിന്റെ അകത്തിറങ്ങിയത്. 2 ദിവസം മുമ്പ് എന്നെ അവരെല്ലാം കൂടെ എടുത്തിറക്കുകയാണ് ചെയ്തത്. അതിനകമത്വം കണ്ടപ്പോൾ ഇടക്കൽ ഗുഹയെ വെല്ലുന്ന തരത്തിൽ എന്ന് മാത്രമല്ല, അവിടെ കാണുന്ന കാഴ്ച നമ്മൾ ചില വീഡിയോകളൊക്കെ എടുത്തു. വളരെയേറെ വലിയ സാധ്യത ഇവിടെയുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ലോകത്ത് മറ്റ് രാജ്യങ്ങളിൽ നിന്നടക്കം ആൾക്കാർ ഇവിടെ സന്ദർശിക്കുന്ന തരത്തിലേക്കും നമ്മുടെ ഈ പ്രദേശം മൊത്തത്തിൽ മാറും. ആ തരത്തിലേക്ക് മാറ്റം വരുത്തുവാൻ കഴിയും എന്ന് എൻ്റെ മനസ്സ് തീർത്തും പറയുന്നുണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾ കൂടെയുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഈ ഗവൺമെന്റ് നിലനിൽക്കുമ്പോൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നിലനിൽക്കുമ്പോൾ ഒരു സംശയവും വേണ്ട, ഈ മാറ്റടാമ്പാറ പ്രദേശം ടൂറിസം പദ്ധതി ഈ 5 കൊല്ലക്കാലത്തിനിടയിൽ നിങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഇവിടെ ടൂറിസം പദ്ധതി ആരംഭിച്ചിരിക്കും. അപ്പോൾ അതിന് ഈ നാട്ടിലെ മുഴുവൻ പേരുടെയും പൂർണ്ണമായ പിന്തുണ, അതെനിക്ക് മാത്രമല്ല, ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന മാധുരി, നമുക്കറിയാം കഴിഞ്ഞ 5 വർഷത്തെ കാലയളവിൽ നിങ്ങൾ പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ പഞ്ചായത്ത് ഓഫീസിന്റെ ഗേറ്റിൽ മാധുരി മെമ്പർ ഉണ്ടാവും. അവിടെ വരുന്ന ആൾക്കാരോട് കുശലം പറയുകയും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അവർക്ക് വേണ്ടി വരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ള വ്യക്തിയാണ്. ജില്ലാ പഞ്ചായത്തിലേക്ക് ഇവിടെ വന്ന ഗായകൻ, നാടൻപാട്ടുകാരൻ മധുര സന്തോഷ്, ആ സന്തോഷ് മധുര നല്ല കഴിവുള്ള പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമാണ്. അതുപോലെ തന്നെ PKS പട്ടികജാതി ക്ഷേമ സമിതിയുടെയൊക്കെ ജില്ലാ പ്രസിഡന്റാണ്, സംവരണ വാർഡാണ്. പക്ഷേ നല്ല കഴിവുള്ളയാളാണ്. നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുവാനുള്ള വികസന പ്രവർത്തനങ്ങൾ ചോദിച്ചു വാങ്ങി ഇവിടെ കൊണ്ടെത്തിക്കുവാൻ കഴിവുള്ള ആളാണ് സന്തോഷ് മധുര. അപ്പോൾ നമുക്ക് 3 പേർക്കും, എനിക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിലും മാധുരി മെമ്പർക്ക് അരിവാൾ നിൽക്കുന്ന അടയാളത്തിലും, അതുപോലെ തന്നെ ജില്ലയിൽ മത്സരിക്കുന്ന സന്തോഷ് മധുരയ്ക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിലും നമ്മൾ വോട്ട് ചെയ്യേണ്ടതുണ്ട്. പ്രായം ചെന്നവർക്ക് ഈ വോട്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള സംശയമൊക്കെ ഉണ്ടാവും. പക്ഷേ അത് ഇവിടെ നമ്മുടെ പാർട്ടി സഹാക്കളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു മോഡൽ യന്ത്രമൊക്കെ ഉണ്ടാക്കാമല്ലോ. മോഡൽ യന്ത്രമൊക്കെ ഉണ്ടാക്കി നിങ്ങളെ വന്ന് പഠിപ്പിക്കുവാനുള്ള സമ്പ്രദായമൊക്കെ ഉണ്ടാവും. അങ്ങനെ തീർത്തും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, അറിയാൻ പറ്റാത്തവർക്ക് പോളിംഗ് ബൂത്തിൽ വന്ന് വോട്ട് ചെയ്യുവാൻ നമുക്ക് സഹായത്തിനായിട്ട് ആളിനെയും നമ്മൾ എല്ലാം ഏർപ്പാട് ചെയ്യും. അപ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ ഒരു വലിയ എതിരാളിയെക്കുറിച്ചൊന്നും ഞാൻ എതിരാളിയെക്കുറിച്ച് ഒരു വാക്കുപോലും പറയുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു വിജയം, കടക്കൽ പഞ്ചായത്ത്, കൊല്ലം ജില്ല ശ്രദ്ധിക്കുന്ന തരത്തിൽ ഒരു വിജയം നേടിയെടുക്കുവാൻ പ്രിയപ്പെട്ട എൻ്റെ അമ്മമാർ, പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാർ, പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ രക്ഷിതാക്കളായി നിൽക്കുന്ന ഈ നാട്ടിലെ മുഴുവൻ പേരുടെയും പൂർണ്ണമായ പിന്തുണയും സഹായവും സഹകരണവും കഴിഞ്ഞ നാളിൽ എനിക്ക് തന്നിട്ടുണ്ട്. അത് കുറെ കൂടി വർധനയോടുകൂടി പല വീടുകളിലും ചെല്ലുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അത്രയേറെ ഇഷ്ടപ്പെടുന്ന തരത്തിൽ 5 വർഷം ഗ്യാപ്പ് ഉണ്ടായിരുന്നെങ്കിലും നിങ്ങളുടെയൊക്കെ വിഷയങ്ങളിൽ ഞാനിവിടെ ഉണ്ടായിരുന്നു. തുടർന്നും വരുന്ന നാളുകളിൽ, അത് 5 വർഷത്തേക്കല്ല, ഞാൻ ഉള്ളിടത്തോളം കാലം ഈ വാർഡിന്റെ എന്നെ ഞാനാക്കി മാറ്റിയതാണ് ഈ വാർഡ്. ഷൈജു പറഞ്ഞതുപോലെ തുടക്കം വളവന്തങ്ങ് റോഡാണ്. അവിടെ നിന്ന് തുടങ്ങി ഈ റോഡിന്റെ അവസ്ഥ നമുക്കറിയാമല്ലോ. പണ്ട് 4 മീറ്റർ വീതി ഉണ്ടായിരുന്ന റോഡാണ്. ആ 4 മീറ്റർ വീതി ഉണ്ടായിരുന്ന റോഡിനെ നമ്മൾ 8 മീറ്റർ റോഡാക്കി മാറ്റിയിട്ടുണ്ട്. ആ 8 മീറ്റർ റോഡാക്കിയ റോഡിൽ ഇപ്പോൾ ഉള്ളിത്തൊലിയുടെ കനത്തിലാണ് ഇപ്പോൾ നമ്മൾ ടാർ ചെയ്ത് നിൽക്കുന്നത്. ഒരു സംശയവും വേണ്ട. നിങ്ങൾ തരുന്ന ശക്തിയും നിങ്ങൾ തരുന്ന കരുത്തും എനിക്ക് പകരുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട. നമ്മുടെ നിലമേൽ മടത്തറ റോഡ് പോകുന്നത് പോലെ 2 സൈഡും ഒരടി പൊക്കത്തിൽ ചെയ്ത് 2 സൈഡും വെള്ളമരിച്ച് നടുക്കൂടെ രാത്രി തിളങ്ങുന്ന ലൈറ്റ് പോലുള്ളതൊക്കെ ഫിറ്റ് ചെയ്ത് ഏറ്റവും മനോഹരമായ റോഡ് ഇവിടെ നിന്ന് തുടങ്ങി വരേറ വഴി കോട്ടപ്പുറം വഴി വയ്യാനം പോകുന്ന റോഡാക്കി മാറ്റുവാൻ നിങ്ങൾ തരുന്ന ശക്തിക്കനുസരിച്ച് അത് ചെയ്തു തീർക്കാൻ കഴിയും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ 3 പേരെയും വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പെട്ടെന്ന് തന്നെ ഈ യോഗ നടപടികൾ അവസാനിക്കുന്നതാണ്. നമ്മുടെ തൊട്ടടുത്ത തുമ്പോട് വാർഡിലെ സ്ഥാനാർത്ഥി നിങ്ങളോട് ചെറിയ വാക്കുകൾ 2 മിനിറ്റ് സംസാരിക്കും.
പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട വേദിയിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട അമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, കുഞ്ഞോണ്ണോടൊപ്പം തൊട്ടടുത്ത വാർഡിൽ നിന്ന് മത്സരിക്കുന്ന എന്നെ ചുറ്റുകാരുവാൾ നക്ഷത്രം അടയാളത്തിൽ നിങ്ങളുടെ വോട്ടുകൾ നൽകാൻ പറ്റിയില്ലെങ്കിലും ഓരോരുത്തരും പറഞ്ഞ് വോട്ട് വാങ്ങി തന്ന് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് മാത്രമേ നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. എല്ലാവർക്കും എൻ്റെ നന്ദി. ഒരു 2 മിനിറ്റ് കൂടിയേ ഉള്ളൂ. നമ്മുടെ വാർഡിലെ 1437 വോട്ടർമാരാണ് നമ്മുടെ വാർഡിൽ മൊത്തത്തിലുള്ളത്. ഇവരുടെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിച്ച് നമ്മുടെ ഈ 3 സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറച്ച് നാൾ കൊണ്ട് നമ്മുടെ പാർട്ടി മെമ്പർമാരായിട്ടുള്ള 52 പേരുടെ നേതൃത്വത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കൺവെൻഷനിൽ പങ്കെടുത്തിരിക്കുന്ന നമ്മുടെ പ്രധാനപ്പെട്ട കുറച്ച് പേരെ കൂടി ചേർത്തുകൊണ്ട് ആ കമ്മിറ്റി ഒന്ന് വിപുലമാക്കി ഇനി വരുന്ന തുടർന്നുള്ള ദിവസങ്ങളിൽ നല്ല പ്രവർത്തനത്തിലൂടെ ഈ നമ്മുടെ 3 സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തണം. അതിന് വേണ്ടിയിട്ടുള്ള തിരഞ്ഞെടുത്ത അംഗങ്ങളെ പറയുകയാണ്: ഉദയകുമാർ, രാധാകൃഷ്ണൻ, ജലാൽ, നൌഷാദ്, സ്മിത, ദൃശ്യ, ആശ, ഷനോജ്, സുനിത എസ് പിള്ള, ഷിജി, മുരളിയണ്ണൻ, അഖിൽ പ്രതാപൻ, തൻസീർ, അബിൻ പ്രതാപൻ, അനു കൃഷ്ണൻ, ഹരികൃഷ്ണ, ഇത്രയും പേരെ ഉൾപ്പെടുത്തി നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വിപുലമാക്കുന്നതിനുള്ള നിർദ്ദേശമാണ് വയ്ക്കുന്നത്. ഇത് നിങ്ങൾ അംഗീകരിച്ചെങ്കിൽ കൈയടിച്ചു. നേരത്തെ പറഞ്ഞ എല്ലാവരുണ്ട്. ഈ യോഗം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പേര് വായിച്ചവരും നമ്മുടെ പാർട്ടി മെമ്പർമാരും ഇവിടെ നിൽക്കണം. ഇവിടെ തന്നെ വാർഡ് പാർട്ടി കമ്മിറ്റിയുടെ യോഗം നടക്കുന്നുണ്ട്. ഈ യോഗത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടൗണിലെ ബ്രാഞ്ച് സെക്രട്ടറിയും ബൂത്ത് 1 കൺവീനറുമായിട്ടുള്ള സഖാവ് മാഹിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ കൺവെൻഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ യോഗം അവസാനിക്കും. ഈ ആട്ടോ വേണമെന്നുള്ളവർക്ക് ഇവിടെ നിന്ന് വീടുകളിൽ കൊണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യാം. ഇവിടെ നിന്നാൽ